നമ്മളിപ്പം കേരളത്തിലൊക്കെ കോളേജ് എന്ന് പറയുമ്പോൾ പല കോളേജുകളിലും പ്രത്യേകിച്ചും സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ തന്നെ നമുക്ക് റിസർച്ച് അത്രത്തോളം നമ്മൾ പ്രൊമിനന്റ് ആയിട്ട് വരുന്നില്ല. കാരണം പലപ്പോഴും റിസർച്ച് പ്രോഗ്രാംസ് കുറവാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ UP-യിൽ ഒരു സ്ഥലത്ത് പോകുന്നു, രാജസ്ഥാനിൽ പോകുന്നു, തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിൽ പോകുന്നു, അതുപോലെ തന്നെ ഡൽഹിയിലൊക്കെ വരുമ്പോൾ പ്രൈവറ്റ് സെക്ടറിലും റിസർച്ച് ഡിഗ്രി ഉണ്ട്, PhD ഉണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെയും PhD ഡിഗ്രീസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ വെൻ യു ആർ നോട്ട് കോമ്പീറ്റന്റ് ഇൻ റിസർച്ച് യു മേ നോട്ട് ബി ഹയർഡ്. അപ്പൊ നമുക്ക് ഹയർ ചെയ്യപ്പെടണമെങ്കിൽ വി ഷുഡ് ഹാവ് എ കൈൻഡ് ഓഫ് റിസർച്ച് കോമ്പിറ്റൻസ്, അത് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ സാധനം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ജേർണൽ ആർട്ടിക്കിള്, പേപ്പേഴ്സ് വേണം. മറ്റൊന്നാണ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഈ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് വേറൊരു കാറ്റഗറിയാണ് സെമിനാർ. സെമിനാർ എന്ന് പറയുമ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ആളുകൾ മാത്രം വരുന്നതിനെയാണ് നമ്മൾ സെമിനാർ എന്ന് പറയുന്നത്. ലാർജ് ലെവലിൽ നമ്മൾ ചെയ്യുന്നത് കോൺഫറൻസ് ആണ്. എല്ലാവർക്കും പ്രസന്റ് ചെയ്യാനൊക്കെ പറ്റുന്നത് കോൺഫറൻസ്. സെമിനാർ എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റഡ് ഏരിയയിൽ വളരെ കുറച്ച് ആളുകൾ ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ സെമിനാർ എന്ന് പറയുന്നത്. അപ്പൊ സെമിനാർ, കോൺഫറൻസിൽ ഇതിനകത്ത് പേപ്പേഴ്സ്, ഇത് പാർട്ടിസിപ്പേഷന് പ്രത്യേകിച്ച് എവിടെയും പോകുമ്പോൾ നമുക്ക് മാർക്കില്ല. പേപ്പർ പ്രസന്റേഷൻ ചെയ്യുമ്പോഴാണ് അതിനകത്ത് മാർക്കുള്ളത്. അതുപോലെ തന്നെ അതിൽ ചിലപ്പോൾ നമുക്ക് ബെസ്റ്റ് പേപ്പർ പ്രസന്റേഷൻ ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ കോൺഫറൻസ് പ്രൊസീഡിങ്സ് ഉണ്ടായിരിക്കും. അതിന്റെ പേപ്പേഴ്സുകളൊക്കെ കമ്പൈൽ ചെയ്ത് ചെയ്യുന്ന അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് ചെയ്യുന്ന കോൺഫറൻസ് പ്രൊസീഡിങ്സ് ഉണ്ടായിരിക്കും. അതിനെല്ലാം നമുക്ക് വാല്യൂ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക. വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേക സ്കിൽ ഓറിയന്റഡ് ആയിട്ട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്നതിനെയാണ് വർക്ക്ഷോപ്പ്. ഇതിനെല്ലാം നമുക്ക് പോയിന്റുകൾ ഉണ്ട്. അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സെലക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ ഒന്നാണ് പേറ്റന്റുകൾ, പേറ്റൻസ്. പേറ്റന്റ് എന്ന് പറയുമ്പോൾ ഒരു ഇന്നോവേഷൻ ചെയ്ത് അതിനകത്ത് നമുക്ക് ആ ഒരു ഇന്നോവേഷൻ നമുക്ക് ഗവൺമെന്റ് തരുന്ന ഒരു അവാർഡാണ് ശരിക്കും പേറ്റന്റ്. അവാർഡ് മീൻസ് ക്യാഷ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു റെക്കഗ്നിഷനെയാണ് നമ്മൾ പേറ്റന്റ്. അപ്പൊ അത് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആദ്യം പബ്ലിഷ് ചെയ്ത് കിട്ടുകയും പിന്നീട് നമ്മളത് അവാർഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള പേറ്റന്റുകൾ. അതുപോലെ തന്നെ ഈ കണ്ടന്റ് എന്ന് പറയുമ്പോൾ മൂക്ക് കോഴ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മൂക്ക്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്, സ്വയം പ്ലാറ്റ്ഫോമിലൊക്കെ ഉള്ള ഇങ്ങനെയുള്ള ഈ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇതിനൊക്കെ നമുക്ക് സ്കോർ. അതുപോലെ തന്നെ ഓർഗനൈസിങ്. നിങ്ങളിപ്പം അൽഷിഫ കോളേജ് ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാംസ്, ആ ഓർഗനൈസ് ചെയ്യുന്നവർക്കും അതിന് വെയിറ്റേജ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ് ഹയർ എഡ്യൂക്കേഷന് ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ. ആസ് എ ടീച്ചർ, ആസ് എ റിസർച്ചർ, when you are aiming to get an entry into higher education, കോളേജിലാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ തന്നെയും ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് നെറ്റ് PhD എന്ന് പറയുന്നത്, നമ്മൾ BEd അല്ലെങ്കിൽ ഡിഗ്രി BEd കഴിഞ്ഞ് നമ്മൾ കേട്ടോ സീറ്റോ ഉണ്ടായിട്ട് നമ്മളൊരു സ്കൂളിൽ കയറുന്ന പോലെ അല്ല യൂണിവേഴ്സിറ്റിയിലും കോളേജിലും കയറുന്നത്. അവിടെ നമ്മളെ കഴിവ് ബേസിക് ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടല്ല, അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തുണ്ടെന്നാണ് നോക്കുന്നത്. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വി ക്യാൻ കം ടു ദ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യണം. ഇതാണ് നമ്മൾ, അത് നിങ്ങളൊരു റിസർച്ചർ, ഒരു ടീച്ചർ, ഒരു ഹയർ എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ഏത് ലെവലാണെങ്കിലും, എയ്ഡഡ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും സെൽഫ് ഫിനാൻസിലാണെങ്കിലും ഒക്കെ തന്നെയും വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം നമ്മൾ ത്രൂ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ പ്രോഗ്രാംസ് വരുമ്പോഴും ഓൺലൈനായും ഓഫ്ലൈനായും പറ്റുന്ന രീതിയിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ഫീൽഡിൽ ലൈവ് ആയിരിക്കുന്നത്. ടീച്ചിങ് എല്ലാവർക്കും പറ്റുന്ന ഒരു സ്കില്ലാണ്. പക്ഷെ ആ ടീച്ചിങ്ങിന്റെ കൂടെ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ ഒരു ലൈവ് അക്കാഡമീഷ്യൻ എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ പ്രിൻസിപ്പളൊക്കെ തന്നെയും ഒരുപാട് പബ്ലിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, സാറിന്റെ ഒക്കെ പബ്ലിക്കേഷൻ ബുക്സ് ഒക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ആ ഒരു ഫീൽഡിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ഫീൽഡ്, ഒരു ഏരിയയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഒരു അതിലേക്ക് ഫിറ്റ് ആയിട്ടുള്ള ഒരാളായി നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അവർക്കാണ് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ലെറ്റ്സ് കം ടു ദ കോൺഫറൻസ് പേപ്പേഴ്സ് നൗ. ഡയറക്ട്ലി നമ്മൾ കോൺഫറൻസ് പേപ്പേഴ്സ് അതല്ലെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ് എന്നുള്ള ആ ഒരു സ്ഥലത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ കൂടുതലായിട്ട് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമുക്ക് പോസിബിൾ അല്ല. പക്ഷെ ഞാൻ അതിന്റെ ഒരു കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഒരു കോൺഫറൻസ് പേപ്പർ എഴുതുന്നത്, എന്തായിരിക്കണം ഒരു പേപ്പർ എന്നുള്ള കാര്യങ്ങൾ. പേപ്പർ എഴുതുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കേണ്ട ഒരു സാധനം അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മൾ എന്തെങ്കിലും എഴുതി വെക്കും. നമുക്ക് പലർക്കും അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ അസൈൻമെന്റുകൾ നമ്മൾ ഒരുപാട് എഴുതുന്നതായിരിക്കും. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അസൈൻമെന്റ് സാധാരണ നമ്മൾ ഒരു പേപ്പർ നോക്കി അതുപോലെ കോപ്പി ചെയ്ത് വെക്കുന്നു. അല്ലെങ്കിൽ കോളേജിലാണെങ്കിൽ 1-2 പുസ്തകങ്ങൾ നോക്കും, അതിൽ നിന്ന് ഇങ്ങനെ അവിടെ മാറ്റിയിട്ട് എഴുതിയിട്ട് നമ്മളങ്ങ് വെക്കും. ഇതാണ് ശരിക്കും നമ്മുടെ അസൈൻമെന്റ് റൈറ്റിംഗ് ആണ് പലപ്പോഴും നമുക്ക് അറിയുന്ന ഒരു സാധനം. പക്ഷേ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അക്കാദമിക ലേഖനങ്ങൾ, കോൺഫറൻസ് പേപ്പേഴ്സോ റിസർച്ച് പേപ്പേഴ്സോ എഴുതുന്നതിനുള്ള ഒരു സ്പെസിഫിക് രീതിയുണ്ട്. അതിനെയാണ് നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം മാനുവൽസ്. അക്കാഡമിക് റൈറ്റിംഗ് മാനുവൽസ് ഉണ്ട്. മാനുവൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ്
guidelines on how to write, how to edit, how to revise, how to punctuate. ഈ സാധനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് മാനുവൽ എന്ന് പറയുന്നത്. ഹൗ ടു റൈറ്റ് യുവർ റെഫറൻസസ്, ഹൗ ടു റെഫറൻസസ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ മാനുവൽസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മാനുവൽസ് നമുക്ക് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോൺഫറൻസിന് മുന്നേ ഈ മാനുവൽ എല്ലാം പഠിച്ച് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ടാസ്ക്. ബട്ട് വെൻ യു ആർ ഹാവിംഗ് എൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദാറ്റ് മാനുവൽസ്, ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു അച്ചീവ് ഇറ്റ്. ഗ്രാജുവലി നമ്മൾ പഠിക്കേണ്ട ഒരു സാധനമാണ്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുക, ഗ്രാജുവലി നമ്മൾ അതിലേക്ക് പോവുക എന്നുള്ളത് റിക്വയർമെന്റ്. മാനുവൽ പറയുമ്പോൾ ഇനി എന്താണ് ഈ മാനുവൽ, എവിടുന്ന് എനിക്ക് കിട്ടുക, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സി, മാനുവൽ എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള മാനുവൽസ് ഉണ്ട്. ഒന്ന് IEEE മാനുവൽ. IEEE സയൻസ് എഞ്ചിനീയറിംഗിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാനുവലാണ് IEEE മാനുവൽ, എഞ്ചിനീയറിംഗ് ബേസിൽ. ബ്ലൂ ബുക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ബ്ലൂ ബുക്ക് ശരിക്കും ഉപയോഗിക്കുന്നത് ലോയിലെ ആളുകളാണ്, ലോ ഏരിയയിൽ ചെയ്യുന്നവരാണ്. മറ്റൊന്നാണ് അമേരിക്കൻ സോഷ്യോളജിക്കൽ അസോസിയേഷൻ മാനുവൽ, ASA മാനുവൽ ഉണ്ട്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ മാനുവൽ. നമ്മുടെ കോൺഫറൻസ് APA അനുസരിച്ചാണ് പോകുന്നത്. കൂടുതൽ സോഷ്യൽ സയൻസിലും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് APA, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ ഒരു മാനുവൽ അനുസരിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ കോൺഫറൻസിന് പേപ്പർ എഴുതുന്നത് അങ്ങനെയായിരിക്കണം. അപ്പൊ ഇതിനകത്ത് വരുന്നത് കൊമേഴ്സുകാർ ഇതിനകത്താണ് എഴുതുന്നത്, എഡ്യൂക്കേഷൻകാർ എഴുതുന്നത് ഈ രീതിയിലാണ്, സോഷ്യൽ വർക്കുകാർ എഴുതുന്നത് ഈ രീതിയിലാണ്, ഇക്കണോമിക്സുകാർ ഒരുവിധം, ചിലർ മാറ്റി എഴുതാറുണ്ട്, ഒരുവിധം ഇക്കണോമിക്സുകാരും ഈ രീതിയിലാണ് എഴുതുന്നത്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഇതിലാണ് എഴുതുന്നത്. ഓഫ് കോഴ്സ് സൈക്കോളജി ഇതിനകത്താണ് എഴുതുന്നത്. ജോഗ്രഫിയിലെ ആളുകൾ ഒരുവിധം ജോഗ്രഫിയിലെ സ്റ്റഡീസ് ഒക്കെ തന്നെ ഈ രീതിയിലാണ് എഴുതുന്നത്. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പ്യുവർലി അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ മാനുവൽ അനുസരിച്ച് എഴുതുന്നവർ. പിന്നെ അമേരിക്കൻ ആന്ത്രോപോളജിക്കൽ അസോസിയേഷൻ AAA അമേരിക്കൻ ആന്ത്രോപോളജിക്കൽ അസോസിയേഷൻ മാനുവൽ ഉണ്ട്. അതുപോലെ തന്നെ ഹാർവേർഡ് മാനുവൽ ഉണ്ട്. ഇത് സോഷ്യൽ സയൻസിൽ ഉപയോഗിക്കുന്ന, സോഷ്യോളജിയിൽ ഹിസ്റ്ററിയിലൊക്കെ ഉപയോഗിക്കുന്ന മാനുവലാണ് ഹാർവേർഡ് മാനുവൽ. സോഷ്യൽ സയൻസസിൽ ഉപയോഗിക്കുന്ന മാനുവൽ ഹാർവേർഡ് മാനുവൽ. ഹിസ്റ്ററിയിൽ, പൊളിറ്റിക്കൽ സയൻസിൽ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മാനുവലാണ് ഹാർവേർഡ് മാനുവൽ. അതേപോലെ തന്നെ വേറൊന്നുണ്ട് സോഷ്യൽ സയൻസിൽ ഉപയോഗിക്കുന്ന, അതാണ് ഷിക്കാഗോ മാനുവൽ. ഇതെല്ലാം സോഷ്യൽ സയൻസിൽ ഉപയോഗിക്കുന്നത്. ഇത് ഡിപ്പാർട്ട്മെന്റുകൾ അനുസരിച്ച് മാറ്റം ഉണ്ടായിരിക്കും. ചില സോഷ്യൽ സയൻസിലെ ആളുകൾ ഹിസ്റ്ററി ആണെങ്കിലും ഒക്കെ തന്നെയും അവരും അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ മാനുവൽ APA ആണ് വളരെ ഫേമസ് ആയിട്ട്, വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്ന, കൂടുതൽ ജേർണലുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു മാനുവലാണ് APA മാനുവൽ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു APA ഉണ്ട്, MLA. ഇനി വേറെ ഒന്നാണ് ലാംഗ്വേജ്, ലാംഗ്വേജുകാർ ഉപയോഗിക്കുന്ന മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ മാനുവലാണ് MLA, മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ മാനുവൽ. ദിസ് ഇസ് ഫോർ ലാംഗ്വേജസ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. ഓക്കെ. അപ്പൊ ഈ മാനുവൽ, എന്റെ മാനുവൽ അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന കോൺഫറൻസ് എങ്ങനെയാണ്, അതിന്റെ മാനുവലിനൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് ഇത്ര മനസ്സിലാക്കാൻ എന്നുള്ളൊരു സാധനം ഉണ്ടായിരിക്കും പലപ്പോഴും. എന്താണ് ഈ മാനുവൽ പറയുന്നത്? മാനുവൽ പറയുന്നത് നമ്മൾ ഇൻ ടെക്സ്റ്റിനകത്ത്, പേപ്പറിനകത്ത് ഇൻ ടെക്സ്റ്റ് ഹൗ ടു റൈറ്റ്, ടെക്സ്റ്റിനകത്ത് ഹൗ ടു റൈറ്റ് അത് അതിൽ പറയുന്നു. പിന്നെ ഹൗ ടു റൈറ്റ് ഓർ ഡ്രോ യുവർ ടേബിൾ, നിങ്ങളുടെ ടേബിൾ എങ്ങനെയാണ് എഴുതേണ്ടത്, ഹൗ ടു ഇൻസർട്ട് അല്ലെങ്കിൽ ഹൗ ടു പുട്ട് യുവർ ഇമേജസ്, നിങ്ങളുടെ ഇമേജസ്, നിങ്ങളുടെ ഡയഗ്രാംസ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫോൺ സൈസ് എത്രയായിരിക്കണം, ഹെഡിങ്സ് എങ്ങനെയായിരിക്കണം എഴുതേണ്ടത്, അലൈൻമെന്റ് എങ്ങനെയായിരിക്കണം, ഇതെല്ലാം പറയുന്ന സാധനങ്ങൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചാണ് തരുന്നത്. നമുക്ക് തോന്നിയ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് എഴുതാൻ പറ്റില്ല. എന്താണോ മാനുവലിൽ പറയുന്നത് അതനുസരിച്ച് എഴുതുന്നതാണ് ആ ഒരു റിസർച്ചിന് നല്ലത്. അലൈൻമെന്റ് എങ്ങനെയായിരിക്കണം, റെഫറൻസസ് എങ്ങനെയായിരിക്കണം, ഇതാണ് മെയിൻ. റെഫറൻസസ് ഇതെല്ലാം പറയുന്ന ഒരു ടോട്ടാലിറ്റിയാണ് നമ്മൾ മാനുവൽ എന്ന് പറയുന്നത്. അപ്പൊ മാനുവലില് ഇത്രയും കാര്യങ്ങളാണ് മാനുവലിൽ പറയുന്ന കാര്യങ്ങൾ. എങ്ങനെ എഴുതണം, ഇൻടെക്സ്റ്റിൽ എങ്ങനെ എഴുതണം, എങ്ങനെ ടേബിൾ വരയ്ക്കണം, എങ്ങനെ ഇമേജ് വരയ്ക്കണം, ഫോണ്ടുകൾ ഏതായിരിക്കണം, ഹെഡിങ് എന്തായിരിക്കണം, അലൈൻമെന്റ്, റെഫറൻസസ്, ഇതെല്ലാം പറയുന്നതാണ് മാനുവൽ എന്ന് പറയുന്നത്. ഇനി ഈ മാനുവലിന് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ അതിലേക്ക് കയറുമ്പോൾ, ഒരു പേപ്പറിലേക്ക് കയറുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനൊരു സിമ്പിൾ റെഫറൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെഫറൻസ് ആണ് APA. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ പിന്നെ APA 7th എഡിഷനിലെ മാനുവല് 7th എഡിഷൻ ആണ് നമ്മൾ വൈഡ് ആയിട്ട് ഉപയോഗിക്കും. ഇപ്പൊ 7th എഡിഷൻ ആണ് APA. MLA 8th എഡിഷൻ ആണ്.
അപ്പോൾ ഈ APA മാനുവലിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ്. ഐ എം ജസ്റ്റ് പുട്ടിങ് യു ടു ഇൻ ദ വാട്സ്ആപ്പ് ചാറ്റ് ഗ്രൂപ്പ്. ചാറ്റിൽ നിങ്ങൾക്ക് നോക്കുക, അത് കോപ്പി ചെയ്ത് വെക്കാം. APA നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബേസിക് മാനുവലാണത്. അത് എങ്ങനെയൊക്കെ എഴുതും എന്നുള്ളതാണ്. ഇൻ ടെക്സ്റ്റ് എങ്ങനെ എഴുതും, എങ്ങനെയാണ് 2 ഓതേഴ്സ് വന്നാൽ അത് എങ്ങനെയാണ് എഴുതുന്നത്, 3 ഓതേഴ്സ് വന്നാൽ എങ്ങനെയാണ് എഴുതുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ഓതേഴ്സ് വന്നാൽ എങ്ങനെയാണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പെട്ടെന്ന് നമ്മൾ ഇപ്പൊ ഈ ഒരു കോൺഫറൻസിന് വേണ്ടി നിങ്ങൾ ഇതുപോലെ എഴുതുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പോസിബിൾ ആവില്ല. പക്ഷെ ഒരു ലോങ് റണ്ണില് അടുത്തൊരു വർഷത്തേക്ക്, അടുത്തൊരു 6 മന്ത്സിലേക്ക് ഇനിയൊരു പേപ്പർ വരുമ്പോൾ ഞാൻ ഇതൊന്ന് പഠിച്ചെടുക്കും, ഇതുപോലെ എഴുതും എന്നുള്ള ഒരു സാധനം നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി ഇതിന് എക്സാമ്പിൾ ആയിട്ടൊക്കെ ഞാൻ ഇതിൽ ഓരോന്ന് പറയുന്നുണ്ട്. എങ്ങനെ എഴുതുന്നത്, നറേറ്റീവ് സ്റ്റൈൽ എങ്ങനെയാണ്, പരന്തറ്റിക്കൽ സ്റ്റൈൽ എങ്ങനെയാണ്, ഡയറക്റ്റ് കൊട്ടേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് എഴുതുക, അത് തന്നെ ഒരു ഓതർ വരുമ്പോൾ ഡയറക്റ്റ് കൊട്ടേഷൻ എങ്ങനെയാണ് എഴുതുക, 2 പാരാഫ്രൈസ് ചെയ്ത് നമ്മൾ മാറ്റി എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക, ഇതെല്ലാം അതിനകത്ത് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് റെഫറൻസ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് തന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം നോക്കാം, ഒരു പേപ്പറിന്റെ സ്റ്റൈല് നോക്കാം. ഞാനൊരു പേപ്പർ, ഒരു എഡ്യൂക്കേഷനിലെ ഒരു പേപ്പർ ഞാൻ എടുത്തു നോക്കാം, ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ ഒരു പേപ്പർ. കാരണം നമുക്ക് സാധാരണ എല്ലാ ജേർണൽ ആർട്ടിക്കിളുകളും ഈ APA എഴുതുന്ന എല്ലാം ഇതേ മോഡലായിരിക്കും. അപ്പൊ അതിനുവേണ്ടി എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ പോയി ഞാൻ ഒരു ആർട്ടിക്കിൾ എടുത്ത് നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഓപ്പൺ ആക്സസ് എന്ന് പറഞ്ഞ സാധനം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നമ്മൾ ഓപ്പൺ ആക്സസ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഓക്കെ, ഇതിന് ഫുൾ ടെക്സ്റ്റ് അവൈലബിൾ ആണോ നോക്കാം. ഓക്കെ, ഫുൾ ടെക്സ്റ്റ് ഇല്ല. ഓപ്പൺ ആക്സസിലെ ഒരു സാധനം നമുക്ക് എടുക്കാം. ഈ ജേർണലുകൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അക്കാഡമിക് മേഖലയിൽ നമ്മൾ അക്കാഡമിക് മേഖലയിൽ പബ്ലിഷ് ചെയ്യുന്ന ജേർണലുകളിൽ എങ്ങനെയാണ്, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു PDF വേർഷൻ എടുക്കാം. അപ്പൊ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കാണാൻ. ക്ലോസ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത് എങ്ങനെയാണ് എഴുതുന്നത്. ഞാനിപ്പം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ എന്താ അത്ര പറയാനെന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ആ ഒരു റൈറ്റിംഗ് പാറ്റേൺ നമ്മൾ കാണുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ദ അബ്സ്ട്രാക്ട് ഏതൊരു ജേർണലിലേക്കും ഏതൊരു കോൺഫറൻസിലേക്കും നമ്മൾ അയക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കണം. ഏതൊരു സംഭവത്തിലും അതിലൊരു അബ്സ്ട്രാക്ട് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഒരു ഇൻട്രൊഡക്ഷൻ. നോക്കൂ, ഇതാണ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഓരോ APA അനുസരിച്ച് നമ്മൾ എന്ത് സാധനം എഴുതിയാലും അതിന്റെ സോഴ്സ് ബ്രാക്കറ്റ് കാണിക്കണം. നോക്കൂ, a substantial literature conclude what may be apparent to some, that teachers benefit students' motivation, participation and well-being when they foster a supportive and engaging classroom atmosphere. Review in GUI 2022. നെക്സ്റ്റ് സെന്റൻസ് നോക്കൂ, while recent empirical evidence എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന empirical evidence on motivation എന്നിട്ട് അതും ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. അടുത്ത സെന്റൻസ് നോക്കൂ, they suggest that it is also in bracket. Everything in bracket. ബ്രാക്കറ്റിൽ ചിലപ്പോൾ ഒന്നിലധികം. ഈ സെന്റൻസ് നോക്കൂ, മെനി ഇയേഴ്സ് ഓഫ് റിസർച്ച് വോയിസ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇത് പറയുന്നത് വെച്ചാൽ 1 2 3 4 4 സ്റ്റഡികൾ സമ്മറൈസ് ചെയ്താണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ സെന്റൻസും ഇങ്ങനെ ബ്രാക്കറ്റില് അതിന്റെ ഓതേഴ്സിന്റെ സെക്കൻഡ് നെയിം വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ. എന്ത് നമ്മൾ ഇതിൽ എഴുതുമ്പോൾ എല്ലാം ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ സെന്റൻസും അങ്ങനെ കൊടുക്കണം. നമ്മുടേതായിട്ട് ഒരു സെന്റൻസ് ഇല്ല ശരിക്കും. കാരണം നോളജ് എന്ന് പറയുന്നത് ആൾറെഡി അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പൊ നമ്മൾ എന്തൊരു സാധനം എഴുതുകയാണെങ്കിലും അത് എനിക്കിപ്പം ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി ആണെന്ന് എനിക്ക് ഫാക്റ്റ് ആയിട്ട് പറയാം. പക്ഷെ അത് ഞാനൊരു പേപ്പറിൽ എഴുതുമ്പോൾ there are some other people, they must have written, അല്ലെ, ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി ആണ്, അതല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇലിറ്ററസി, പോപ്പുലേഷൻ എക്സ്പ്ലോഷനും ഇല്ലിറ്ററസിയും അൺഎംപ്ലോയ്മെന്റും ലാക്ക് ഓഫ് റിസോഴ്സസും കറപ്ഷനും ഒക്കെയാണ് ഇന്ത്യയുടെ പ്രോബ്ലംസ് എന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഐ കനോട്ട് റൈറ്റ്. എന്താണ് എനിക്ക് എഴുതാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ്? സംബഡി എൽസ് മസ്റ്റ് ഹാവ് റിട്ടൺ, ദേ മസ്റ്റ് ഹാവ് റിട്ടൺ ഇറ്റ് സംവെയർ. സോഷ്യോളജിയിലോ പൊളിറ്റിക്കൽ സയൻസിലോ ഹിസ്റ്ററിയുടെ ഒക്കെ പുസ്തകങ്ങളിൽ ആരൊക്കെയോ ഇത് പല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഐ ഹാവ് ടു കോട്ട്. വേറെ ആളുടെ കണ്ടന്റിനെ നമ്മൾ എടുക്കാൻ പാടില്ല ആസ് സച്ച് വിത്തൗട്ട് കോട്ടിങ് ദം, വിത്തൗട്ട് സൈറ്റിംഗ് ദം. അവരുടെ പേര് എഴുതാതെ അവരെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഏതൊരു ബുക്ക് നമ്മൾ വായിക്കുമ്പോഴും ആ ബുക്കിൽ നിന്ന് എടുത്താണെങ്കിൽ ആ ഓതറിന്റെ സെക്കൻഡ് നെയിം, അതായത് ഓതറിന്റെ സർനെയിം വെച്ചിട്ടാണ് നമ്മൾ അതിനെ ചെയ്യുന്നത്.
അതാണ് ഇതിൽ കാണിക്കുന്നത്. കണ്ടോ, റോ എറ്റൽ എന്ന് പറയുമ്പോൾ 3ൽ കൂടുതൽ ആളുകൾ വരുന്നതാണ് ഇവിടെ റോ എറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇനി ആ റോ എറ്റലിന്റെ റെഫറൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ റോ എറ്റൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ നമുക്ക് നോക്കാം. സോറി സോറി ഇതൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഞാനിതിന് ഒരു എക്സാമ്പിൾ ഐ ഹാവ് ഗിവൺ യു ആൻ എക്സാമ്പിൾ. ഞാൻ ഇതിന്റെ ഒരു ലിങ്ക് ഇട്ടുതരാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അത് എങ്ങനെയാണ്, അതിന്റെ റെഫറൻസ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതിൽ ഓരോന്നിലും എത്ര ഓതേഴ്സ് ഉണ്ട്, അപ്പോഴാണ് എറ്റൽ എഴുതുന്നത് എപ്പോഴാണ്. ഇതൊക്കെ നമുക്കൊന്ന് കുറെ PG കഴിഞ്ഞ കുറെ ആളുകൾക്കും ഇതിനെക്കുറിച്ച് റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് ധാരണ ഉണ്ടാവും. അപ്പൊ അവർക്ക് റിപ്പീറ്റ് ചെയ്യുന്നതായി തോന്നും. പക്ഷെ ഇത് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ, യെസ്, പാരാഫ്രേസ്ഡ് മെൻഷൻ സരിത മഹേഷ് മാം എഴുതിയിട്ടുണ്ട്. പിന്നെ പാരാഫ്രേസ്ഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യണം, ഡയറക്റ്റ് ആണെങ്കിൽ നമ്മൾ വിത്തിൻ കൊട്ടേഷൻ എഴുതണം. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം, നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം പിന്നെ എഡ്യൂക്കേഷനിൽ വരുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരാൾ ഇപ്പം ഹവാർഡ് ഗാർഡ്നർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഹവാർഡ് ഗാർഡ്നർ. ഈ ഹവാർഡ് ഗാർഡനറിന് 1983 സോറി ഹവാർഡ് ഗാർഡനറിന് 1983 അയാളുടെ ബുക്സ് ആയിട്ടുള്ള ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അയാൾ എഴുതിയ ഒരു സാധനം, ഒരു ജസ്റ്റ് റഫിലി ഞാൻ പറയുന്നു, അങ്ങനെയാണ് എഴുതിയെന്നല്ല. ടീച്ചേഴ്സ് ആർ സോഷ്യൽ എഞ്ചിനീയേഴ്സ് ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ദി നെക്സ്റ്റ് ജനറേഷൻ. ഇങ്ങനെ ഒരു സാധനം എഴുതിയിട്ടുണ്ട് വിചാരിക്കാം. ഹവാർഡ് ഗാർഡനർ അയാളുടെ പുസ്തകത്തില് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തില് പേജ് നമ്പർ 29 ഇങ്ങനെ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ അസച്ച് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറയുന്ന അസച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതുന്നത് എങ്ങനെയാണ്, ഇത് എടുത്തു, ഓക്കെ, സോ ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദിസ് അസച്ച്, അതിനെവിടെ വെച്ചു, അസച്ച് ഇതിന് നമ്മൾ കൊട്ടേഷനിൽ കൊടുക്കണം, എന്നിട്ട് വിത്തിൻ ബ്രാക്കറ്റില് ഹവാർഡ് ഗാർഡനർ ആണ് ഇയാളുടെ പേര്. അപ്പൊ നമ്മൾ അയാളുടെ സെക്കൻഡ് നെയിം ആണ് എടുക്കുന്നത്, ഗാർഡനർ കോമ ഇയർ 1983 കോമ പേജ് നമ്പർ P.29. ഇങ്ങനെ നമ്മൾ എഴുതണം, കൊട്ടേഷനിൽ എഴുതണം, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇതാണ് രീതി, ഒരു രീതി. ഇതിനെ നമ്മൾ പറയുന്നത് പരന്തറ്റിക്കൽ ഡയറക്റ്റ് കൊട്ടേഷൻ. ഇതിന് പറയുന്ന പേര് ഡയറക്റ്റ് കൊട്ടേഷൻ പരന്തറ്റിക്കൽ. ഇനി ഇതിനെ വേറൊരു രീതിയിലും എനിക്ക് എഴുതാം. ഈ സാധനത്തിന് എനിക്ക് ചെറിയൊരു മാറ്റിയിട്ട് എഴുതാൻ വേണമെങ്കിൽ പരന്തറ്റിക്കൽ വേറെ രീതിയിൽ എഴുതാം. എങ്ങനെയാ വെച്ചാല് ഈ സാധനത്തിനെ എടുത്തു ഞാൻ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, അക്കോർഡിംഗ് ടു ഗാർഡനർ. ആ ഗാർഡനർ ഞാൻ മുന്നിട്ടു, ഇതിനെ നമ്മൾ നരേറ്റീവ് എന്ന് പറയും. അക്കോർഡിംഗ് ടു ഗാർഡനർ വിത്തിൻ ബ്രാക്കറ്റ് ഇയർ 1983, എന്നിട്ട് ഞാൻ കൊട്ടേഷൻ കൊടുത്തു, ടീച്ചേഴ്സ് ആർ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തു, വിത്തിൻ ബ്രാക്കറ്റിൽ പേജ് കൊടുത്തു, പേജ് 29. ഇങ്ങനെയും എനിക്ക് കൊടുക്കാം. ഇതിനെ നമ്മൾ പറയുന്നത് ഡയറക്റ്റ് കൊട്ടേഷൻ നറേറ്റീവ്. അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങി, അല്ലെങ്കിൽ ആസ് പെർ ഇന്ന ആളുടെ അനുസരിച്ച് എന്ന് പറഞ്ഞു. ഇതിന് നമ്മൾ പറയുന്നത് ഡയറക്റ്റ് കൊട്ടേഷൻ ആണ്, പക്ഷെ അതെന്താണ്, നറേറ്റീവ് ആണ്. ഡയറക്റ്റ് കൊട്ടേഷൻ നറേറ്റീവ്. അപ്പൊ ഇത് രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഡയറക്റ്റ് ഇത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ അയച്ചെന്ന ആ സമ്പത്തിനകത്തുള്ളതും. ഓക്കെ, ഇതൊന്നും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ, ഇത് രണ്ടും എന്താണെന്ന്. ഇതാണ് ഡയറക്റ്റ് കൊട്ടേഷൻ. ഇനി ഞാൻ പറയാൻ പോകുന്നത് പാരാഫ്രേസ്ഡ് ആണ്. പാരാഫ്രേസ്ഡിലും നമ്മൾ ഇവരെ എഴുതണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് കൊട്ടേഷൻ ആണ്. ഡയറക്റ്റ് കൊട്ടേഷൻ ആകുമ്പോൾ നമ്മൾ പേജ് നമ്പർ ഉൾപ്പെടെ കൊടുത്തിരിക്കണം. കാരണം അത് ആ പേജിൽ 29ാമത്തെ പേജിൽ ഹവാർഡ് ഗാർഡനറിന്റെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ ബുക്കിൽ ഞാൻ പോയി നോക്കിയാൽ ഇതേ സെന്റൻസ് അവിടെ കാണും. കാരണം അയാൾ പറഞ്ഞ അതേ സാധനം ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇൻ കേസ് ഇതിനകത്ത് നമുക്ക് വേറൊരു ഇനി ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതാം, എന്റെ ലാംഗ്വേജിലേക്ക് മാറ്റി എഴുതാം. മാറ്റി എഴുതാന്ന് പറയുന്നത് ചില ആളുകൾ എന്ത് ചെയ്യുന്ന അറിയാം, മാറ്റി എഴുതാന്ന് പറയുമ്പോൾ അവർ ഈ സാധനത്തിനെ ഇങ്ങ് എടുത്തു. ഇതാണിപ്പോ ഇയാൾ പറഞ്ഞ കാര്യം അല്ലെ, ടീച്ചേഴ്സ് ആർ സോഷ്യൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനമാണ്. ഇതങ്ങ് എടുത്തിട്ട് ചില ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതെടുത്തിട്ട്
ഡെവലപ്പിംഗ് എന്ന് പറയുന്നതിന് ഇങ്ങനെ സിനോണിം വെച്ചിട്ട് എമർജിങ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ എന്നുള്ളതിന് ദേ ആർ കോമ്പീറ്റന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരിക്കും അതിന്റെ സിനോണിം വെച്ചിട്ട് അക്കൗണ്ടബിൾ. ഇതല്ല പരാഫ്രേസിങ്. ഇങ്ങനെ വെക്കുന്നതിൽ നമുക്ക് ഇങ്ങനെ വെച്ചാലും നമുക്ക് എന്ത് ചെയ്യും, അതിനകത്ത് പ്ലേഗിയറിസം കാണിക്കും. വേറെ ആളുടെ നമ്മൾ അതുപോലെ എഴുത്തെന്ന് കാണിക്കും. നമ്മളിത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ ഐഡിയ അവിടെ നിർത്തിക്കട്ടെ. ഐഡിയ ഷുഡ് ബി ദർ ബട്ട് സെന്റൻസ് ഷുഡ് ബി റിവൈസ്ഡ്. സെന്റൻസ് നമ്മൾ റിവൈസ് ചെയ്യണം. അതാണ് പാരാഫ്രേസിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ അതിലെ സെന്റൻസ് മാറ്റുക എന്നുള്ളതല്ല പാരാഫ്രേസ്ഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പാരാഫ്രേസ്ഡ് വേർഷൻ ഞാൻ ഇതിനെ മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആസ് ഞാൻ എൻ്റെതായ രീതിയിൽ എഴുതുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ. ആസ് ടീച്ചേഴ്സ് ഹാവ് എ significant role in education, they directly engage in ഞാൻ എൻ്റെതായ രീതിയിൽ കാണിക്കാം in shaping the character of their students and thus they help in rebuilding society. ഞാനത് കാണിക്കാം. ഓക്കെ, സി നോക്കൂ. As teachers have a significant role in education, they directly engage in shaping the character of their students and thus they help in rebuilding society. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലിങ്കും ഇല്ലാന്ന് തോന്നിപ്പോവും. ഇതാണ് അവര് പറഞ്ഞത്. ഹവാർഡ് ഗാർഡനർ പറഞ്ഞ ഇതാണ്. പക്ഷെ ഞാൻ ഈ കോണ്ടെക്സ്റ്റിൽ ആ പറഞ്ഞ ഒരു ആശയത്തെ എടുത്തിട്ട് ഞാൻ മാറ്റി എഴുതി. പക്ഷെ ഇവിടെയും ഞാൻ എടുത്ത ആശയം ഹവാർഡ് ഗാർഡനറെ വായിച്ച. അപ്പൊ ഞാനിവിടെ ഗാർഡനർ 1983 എന്ന് എഴുതണം. ഒരിക്കലും എനിക്ക് ഇയർ എഴുതണ്ട, സോറി ഇത് എഴുതണ്ട, പേജ് എഴുതണ്ട. കാരണം ഇത് പേജ് പോയി നോക്കി കഴിഞ്ഞാൽ ഇത് കാണില്ല. പക്ഷെ ഹവാർഡ് ഗാർഡനറിന്റെ ഭാഷയിൽ അയാൾ പറഞ്ഞ ആശയത്തെയാണ് ഐ റെപ്രസെന്റ് ഇൻ എ ഡിഫറെന്റ് വേ. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ പാരാഫ്രേസിങ്. ഇതാണ് പാരാഫ്രേസിങ്. ഇങ്ങനെ ആയിരിക്കണം പാരാഫ്രേസിങ്. അല്ലാതെ ഒരു വേർഡിന് ഇങ്ങനെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ എഴുതുന്നത് അല്ല പാരാഫ്രേസിങ്. ഐഡിയ നിർത്തിക്കൊണ്ട് നമ്മുടെ ആശയങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിൽ വി ആർ ജസ്റ്റ് റീഫ്രേസിങ് ഇൻ കൺസിഡറിങ് ദ എക്സിസ്റ്റിംഗ് തിങ്. അപ്പൊ പാരാഫ്രേസിംഗ് എന്ന് പറയുന്നതാണ് ഐഡിയ ഓഫ് പാരാഫ്രേസിംഗ് എന്ന് പറഞ്ഞാൽ ഐഡിയ ഓഫ് ദ ഓതർ. ഓതറിന്റെ ഐഡിയ പ്ലസ് അവർ ഐഡിയ, നമ്മുടെ ഐഡിയ എടുക്കുന്നു പ്ലസ് കോണ്ടെക്സ്റ്റ്. അതിനെടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് ശരിക്കും നമ്മൾ പാരാഫ്രേസിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് പാരാഫ്രേസിംഗ് ആവുന്നത്. നമ്മുടെ ആശയങ്ങള്, നമ്മുടെ ഐഡിയാസ്, അതുപോലെ തന്നെ ആ ഓതറിന്റെ ഐഡിയ, പിന്നെ നമ്മളൊരു കോണ്ടെക്സ്റ്റും കൂടെ വെച്ചിട്ട് അതിനെ മാറ്റി എഴുതാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കണം നമ്മൾ എഴുതുന്ന ഓരോന്നും. അപ്പൊ നമ്മൾ എവിടെ എന്ത് എഴുതുമ്പോഴും അതിന്റെ ഏത് റെഫറൻസ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചില ആൾക്കാരാണ് 1-2 ബുക്ക് വായിച്ചിട്ട് അതൊന്ന് അങ്ങോട്ട് എസ് എഴുതുന്നു. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. നമ്മൾ ഒരു എസ്സേ എഴുതണമെങ്കിൽ മിനിമം ഒരു 20 to 25 പേപ്പേഴ്സ് എങ്കിലും റെഫർ ചെയ്തിരിക്കണം. 20 to 25 പേപ്പേഴ്സ് എങ്കിലും റെഫർ ചെയ്താലേ ഒരു മിനിമം സാധനങ്ങൾ നമുക്ക് പേപ്പേഴ്സ് ഓർ ബുക്സ് റെഫർ ചെയ്താലേ നമുക്ക് ഒരു സാധനം എഴുതാൻ പറ്റുള്ളൂ. ഒരു സെന്റൻസ് എഴുതി അടുത്ത സെന്റൻസ് വേറെ ബുക്ക് നിന്നായിരിക്കണം, അടുത്ത സെന്റൻസ് വേറെ അങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി നമ്മൾ എഴുതി ഇരിക്കണം. നമ്മളൊരു കൺസെപ്റ്റിനെ കുറിച്ച് എഴുതാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് എഴുതാണ്. സിമ്പിൾ ഒരു അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് എന്താന്ന് പറയുന്നത് സ്ഥലം മീനിങ് ആൻഡ് ഡെഫിനിഷൻ. ഒരു ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങൾ എഴുതുന്നു മീനിങ് ആൻഡ് ഡെഫിനിഷൻ. അപ്പൊ മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ മീനിങ്ങിലെ ഒരു സെന്റൻസ് എ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് എടുക്കണം, അടുത്ത സെന്റൻസ് മീനിങ്ങിനെ കുറിച്ച് പറയുന്നത് രണ്ടാമത്തെ സെന്റൻസ് ബി എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് എടുക്കണം, മൂന്നാമത്തെ സെന്റൻസ് അടുത്ത ബുക്കിൽ നിന്ന് എടുക്കണം, സി എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് എടുക്കണം, നാലാമത്തെ സെന്റൻസ് നിങ്ങൾ എടുക്കുന്നത് ഇ ആൻഡ് എഫ്, രണ്ട് ബുക്കും കൂടെ ഒന്നിച്ച് റെഫർ ചെയ്ത് ഒരേപോലെ ആശയമാണ് അങ്ങനെ എടുക്കുന്നത്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഡെഫിനിഷനായി. ഡെഫിനിഷന് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ വീണ്ടും ആദ്യത്തെ ഡെഫിനിഷൻ പറയുമ്പോൾ ഒന്നാമത്തെ സാധനം നിങ്ങൾക്ക് ബിയിൽ നിന്ന് എടുക്കാം, രണ്ടാമത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെടുക്കാം എഫിൽ നിന്ന് എടുക്കാം, അങ്ങനെ മാറ്റിയെടുക്കാം. പക്ഷെ ഒരു സ്ഥലത്ത് തന്നെ ആവർത്തിച്ച് ഒരേ ടെക്സ്റ്റ് നിന്ന് എടുക്കരുത്, കുറച്ച് കഴിഞ്ഞ് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ആയിരിക്കണം നമ്മൾ എഴുതിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, അതല്ലെങ്കിൽ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ അതിനകത്തും തന്നെ പല ആളുകൾ പറയുന്നു. ഒരുമിച്ച് ഒരാൾ പറഞ്ഞ ടൈപ്സ് അങ്ങ് എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ബുക്ക് റെഫർ ചെയ്താൽ മതി, നിങ്ങൾ പിന്നെ എഴുതേണ്ട കാര്യമില്ല.
അതങ്ങ് പോയി റെഫർ ചെയ്താൽ മതിയല്ലോ. നമ്മൾ വേറൊരു പേപ്പറായിട്ട് എഴുതേണ്ട കാര്യമില്ല. അവരുടെ പേപ്പർ ഞാൻ വായിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ കോപ്പി കൊടുത്താൽ മതി, അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്താൽ മതി. അല്ല നമ്മളായിട്ട് വേറെ എഴുതേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ എഴുതണമെങ്കിൽ എന്തായിരിക്കണം, എഴുതുക എന്നുള്ള അർത്ഥം അത് നമ്മൾ ലോജിക്കലി നമ്മൾ എഴുതിയിട്ട് അതിനെ ലോജിക്കലി പ്രസന്റ് ചെയ്യണം. പല ആളുകളുടെ ഒപ്പീനിയൻ എടുത്തിട്ട് ലോജിക്കലി അങ്ങനെ ആയിരിക്കണം നമ്മൾ എഴുത്ത്. മനസ്സിലായല്ലോ? അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അതായത് ഒരു പേപ്പർ നിങ്ങൾ എഴുതുമ്പോൾ മിനിമം ആ ഏരിയയിൽ ഒരു 20, ഫോർ എക്സാമ്പിൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ടീച്ചിങ് ലേണിംഗ്. അപ്പൊ ചില ആളുകൾ പറയും, ഓ എനിക്ക് നല്ലൊരു പേപ്പർ കിട്ടിയിട്ട് വണ്ടർഫുൾ, എക്സാക്ട്ലി എനിക്ക് എടുക്കാൻ പറ്റും, അതുപോലെ എടുത്ത് നിങ്ങൾ പവർ പോയിന്റ് ഒക്കെ ഉണ്ടാക്കി പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ആ പേപ്പർ അങ്ങ് എടുത്ത് എല്ലാവർക്കും ഒരു കോപ്പി കൊടുത്താൽ മതിയല്ലോ. ദിസ് ഇസ് അക്കാഡമിക് എക്സസൈസ്, സോ ദർ ഇസ് നോ നീഡ് ഓഫ് സച്ച് കൈൻഡ് ഓഫ് പ്രാക്ടീസസ്. അതിനൊക്കെ നമ്മളൊരു അൺഎത്തിക്കൽ പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. ഒരാളുടെ സംഭവം അതുപോലെ കോപ്പി ചെയ്യുന്നത് നമ്മൾ അൺഎത്തിക്കൽ ആണ്, അത് പ്ലേഗിയറിസം ആണ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ഹാപ്പനിങ്. സോ യു ഷുഡ് ടേക്ക്, അപ്പൊ AI ഇൻ ടീച്ചിങ് ലേണിംഗ് ആണെങ്കിൽ നിങ്ങൾ ഇതിനെ സെർച്ച് ചെയ്യുന്നതും ഇതിനെ നിങ്ങൾ സെർച്ച് ചെയ്യുക. എവിടേക്കാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്? സ്കോപ്പസ് ഡാറ്റാബേസിൽ, പബ്മെഡിന്റെ ഡാറ്റാബേസിൽ, IEEEയുടെ ഡാറ്റാബേസിൽ, ഗൂഗിൾ സ്കോളറിൽ, ABDCയുടെ ഡാറ്റാബേസിൽ, വെബ് ഓഫ് സയൻസിന്റെ ഡാറ്റാബേസിൽ, ഇങ്ങനെയുള്ള കുറെ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ അവരെല്ലാം ഇൻഡെക്സ് ചെയ്ത പേപ്പറുകളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിലൊക്കെ പോയി സെർച്ച് ചെയ്തിട്ട് കിട്ടുന്ന ആർട്ടിക്കിളിൽ ഒരു 20 to 30 അല്ലെങ്കിൽ 20 to 25 ഗുഡ് പേപ്പേഴ്സ് യു ക്യാൻ ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഇത്രയും പേപ്പറുകൾ നിങ്ങൾ എടുക്കണം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് അതിനെ ലോജിക്കലി അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് കൂടെ കയറ്റിയിട്ട് വേണം ചെയ്യാൻ. അതാണ് ശരിക്കും ഒരു പേപ്പർ പ്രസന്റേഷൻ പറയുന്നത്. അല്ലാതെ 1-2 റെഫറൻസ് വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് പേപ്പർ എഴുതാൻ പറ്റില്ല. ഇത് ഈസിയാണ്. നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതിൽ നിന്ന് ഒരു പേപ്പറിൽ നിന്ന് കുറച്ച് സെന്റൻസ് എടുക്കുന്നു, അടുത്ത പേപ്പറിൽ നിന്ന് കുറച്ച് എടുക്കുന്നു, അതെല്ലാം പ്രോപ്പറായിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ കാണിക്കുന്നു. അങ്ങനെ എഴുതുമ്പോഴാണ് അത് ലോജിക്കലി ഒരു പേപ്പർ ആവുന്നത്. അപ്പൊ നിങ്ങൾ കുറെ ആൾക്കാർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അപ്പൊ കുറച്ചും കൂടെ അതിനൊന്ന് പോളിഷ് ചെയ്യാം. എന്നെ സിംഗിൾ സ്ട്രെച്ച് നമ്മൾ ഈ ഒരു കോൺഫറൻസിന് വേണ്ടി നമ്മൾ ഒരു 10 ദിവസം കൊണ്ട് ഇനിയിപ്പം നമ്മൾ ഓടിപ്പിടിച്ച് 7 ദിവസമേ ഉള്ളൂ നമുക്ക് കോൺഫറൻസിന്. അപ്പൊ അതിന്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പറ്റുന്ന രീതിയിൽ അതിനൊന്ന് മോഡിഫൈ ചെയ്യാം. നിങ്ങൾ തളർത്തുകയല്ല ചെയ്യുന്നത്, പക്ഷെ നമ്മളൊരു സയന്റിഫിക് ആയിട്ട് ഗ്രാജുവലി അതിലേക്ക് മൂവ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. നല്ല പേപ്പറാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അവർ പറയണമെങ്കിൽ യു ഷുഡ് ഹാവ് എ ഗുഡ് നമ്പർ ഓഫ് റെഫറൻസസ്. ആ നമ്പർ ഓഫ് റെഫറൻസ് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറം ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ പേപ്പർ. ഓക്കെ, ആ രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബേസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഡാറ്റാബേസുകളിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യാൻ നമുക്ക് പേപ്പറുകൾ കിട്ടുന്ന ഡാറ്റാബേസുകളാണ്. അതിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യാം. നിങ്ങളുടെ കീവേഡ്സ് കൊടുക്കുക, സെർച്ച് ചെയ്യുക, കിട്ടുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, നല്ല പേപ്പറുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് കുറച്ച് ചില പിന്നെ ബ്ലോഗിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ടായിരിക്കും, അതൊന്നും ഒതന്റിക് ആവില്ല. ഒതന്റിക് ആയിട്ടുള്ളതെന്ന് പറയുന്നത് നല്ല പബ്ലിഷ്ഡ് പേപ്പേഴ്സ് ആണ്, ജേർണലുകളിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, റിസർച്ച് മെറ്റീരിയൽസ്, കോൺഫറൻസ് പ്രൊസീഡിങ്സിൽ വന്നിരിക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ മിനിമം നമുക്കൊരു 20 to 25 പേപ്പേഴ്സ് ആയിരിക്കണം. ഇത്രയും കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇനി ഞാൻ ഡയറക്ട്ലി ഐ എം കമ്മിങ് ടു ദ പേപ്പർ സ്ട്രക്ചർ. സിംപ്ലി ഇത് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ക്ലിയർ ആണ്. പേപ്പർ സ്ട്രക്ചർ എന്താണ്, ഒരു പേപ്പർ എങ്ങനെയാണ് നമ്മളൊരു പേപ്പറിനെ എഴുതുന്നത്. ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദ്യം വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ദർ ഷുഡ് ബി എ ടൈറ്റിൽ. ഈ ടൈറ്റിൽ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എന്ത് ഏരിയ എടുക്കുന്നു. അപ്പൊ ടൈറ്റിൽ നമുക്ക് ഏരിയ, ഡിസൈഡ് ദ ഏരിയ. നിങ്ങളെ ഏരിയ ഡിസൈഡ് ചെയ്യുക. റീഡ് സം മോഡൽ പേപ്പേഴ്സ് ആൻഡ് ദെയർ റെഫറൻസസ്. ആ പേപ്പറിനകത്തുള്ള റെഫറൻസസ് ഇതെല്ലാം ടൈറ്റിൽസ് ആണ്. അത് നോക്കിയിട്ട് നൗ യു ക്യാൻ ഹാവ് യുവർ ടൈറ്റിൽ. അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഡിസൈഡ് ചെയ്യുക, ടൈറ്റിൽ ചെയ്യുക. മനസ്സിലായല്ലോ? ഞാനിപ്പോൾ ഒരു പേപ്പർ എടുത്തു, ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക. അപ്പൊ ഞാനിവിടെ ഒരു പേപ്പർ എടുത്തു, നിങ്ങൾക്ക് അത് ഫോർവേഡ് ചെയ്ത് തന്നു അല്ലേ, ഞാനിത് അയച്ചു തന്നു. അപ്പൊ ഈ പേപ്പറിന്റെ ടൈറ്റിൽ ഞാൻ നോക്കുന്നു. ഓക്കെ, ഇങ്ങനെ എനിക്ക് പേപ്പർ എഴുതാം. അപ്പൊ മോട്ടിവേറ്റിംഗ് ടോൺസ് ആൻഡ് എൻഹാൻസിങ് എഡ്യൂക്കേഷൻ. അപ്പൊ ഞാൻ എന്താ ഈ ഏരിയ, ഞാൻ മോട്ടിവേഷനിലാണ് നോക്കിയത്, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഹൗ ഇറ്റ് എൻഹാൻസസ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഇതിനെ ഞാൻ നോക്കി, ടീച്ചേഴ്സിനെ കുറിച്ചാണ് സ്റ്റഡി നോക്കി. ഇനി ഇത് നോക്കുക, ഇതിന്റെ താഴെ റെഫറൻസ് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ റെഫറൻസ് ലിസ്റ്റ് നോക്കൂ, ഇത്രയും റെഫറൻസ്. ഈ നോക്കൂ, ദ സെക്കൻഡ് ഓഫ് ഡോമിനൻസ്, സോറി സംതിങ്
perceptual and vocal behavior of classroom teachers, how teachers support students engagements. പല പല ടൈറ്റിലുകൾ കാണാം. ഈ ടൈറ്റിലൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയാസ് വരും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണല്ലോ ടൈറ്റിൽ എന്ന്. വൈ ടീച്ചേഴ്സ് അഡോപ്റ്റ് എ കൺട്രോളിംഗ് മോട്ടിവേറ്റിംഗ് സ്റ്റൈൽ ടുവേർഡ്സ് സ്റ്റുഡൻസ് ആൻഡ് ഹൗ ദേ ക്യാൻ ബിക്കം മോർ ഓട്ടോണമി സപ്പോർട്ടീവ്. ഹൗ ഡു ടീച്ചേഴ്സ് സപ്പോർട്ട് സ്റ്റുഡൻസ് ഏജന്റിക് എൻഗേജ്മെന്റ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ വരും. ഓക്കെ, ഇതുപോലെ എനിക്കും ചെയ്യാം, ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. അങ്ങനെ നമ്മൾ പേപ്പർ ചെയ്യുക, പേപ്പറിന്റെ ടൈറ്റിൽ സെറ്റ് ആക്കുക. പിന്നെ നമ്മൾ കോൺഫറൻസ് എപ്പോഴും റിസർച്ച് പേപ്പേഴ്സ് ആണ് ബെസ്റ്റ്. റിസർച്ച് ചെറിയ സ്റ്റഡി നടത്തിയിട്ട് ആ പേപ്പേഴ്സ് ആണ് എപ്പോഴും ബെസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺസെപ്ച്വൽ പേപ്പേഴ്സ്, അതുപോലെ തന്നെ റിവ്യൂസ്, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. റിവ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു 25 റിവ്യൂ പേപ്പേഴ്സ് നിങ്ങൾ എടുത്തു, അതിനെ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയി അനലൈസ് ചെയ്യുക. എത്ര പേപ്പേഴ്സ് ഏത് ഡൊമൈനിൽ വന്നിട്ടുണ്ട്, എന്താണ് അവരുടെ സാമ്പിൾ, 25 പേപ്പേഴ്സ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ രാജ്യങ്ങളിലാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, അവരുടെ റിസൾട്ട് എന്താണ്, ഏത് മെത്തേഡ് അവർ ഉപയോഗിച്ചു, ഇതിനെയൊക്കെ കുറിച്ചുള്ള ചെറിയ ചെറിയ ടേബിൾസ് ഉണ്ടാക്കുക. എന്നിട്ട് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ AI കുറിച്ചുള്ള ഒരു സ്റ്റഡി നടത്തുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഹൗ ദ teachers of higher education perceive the use of AI in teaching. ടീച്ചിങ്ങിൽ AI കുറിച്ച് ടീച്ചറിങ് എങ്ങനെയാണ് അവർ പെർസീവ് ചെയ്യുന്നത്. ഹൗ ഡു ടീച്ചേഴ്സ് പെർസീവ്. അങ്ങനെയാണ് കറക്റ്റ് ഗ്രാമാറ്റിക്കലി ആക്കി എഴുതാം, അല്ലെങ്കിൽ നമുക്ക് കാരണം ഒരു ഫാൻസി ടൈറ്റിൽ ആയിട്ടൊക്കെ നമുക്ക് എഴുതാം. ഇങ്ങനെ ഒരു സാധനം എഴുതാം. അപ്പൊ ഇത് ശരിക്കും എന്താണ്, ഞാനൊരു ടീച്ചേഴ്സിന് ഒരു ചെറിയ ക്വസ്റ്റ്യർ കൊടുത്ത് അതിന്റെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിന്റെ അനലൈസ് ചെയ്ത് പെർസെൻറ്റേജോ അല്ലെങ്കിൽ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനോ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന തരം ഒരു സ്റ്റഡിയാണ്. വേറെന്താണ്, സ്റ്റഡീസ് ഓർ AI in teaching, a systematic review, for example, അല്ലെങ്കിൽ സ്കോപ്പിംഗ് റിവ്യൂ. ഇങ്ങനെ ഒരു പേപ്പർ ഉണ്ട്, AI in ടീച്ചിങ് ലേണിംഗിൽ AI ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, AI ടീച്ചിങ് ഉപയോഗിക്കുന്ന ഒരു 25 പേപ്പേഴ്സ് എനിക്ക് കിട്ടി. എന്നിട്ട് ഞാൻ അതിനെ കുറിച്ച് സംഭവം ഉണ്ടാക്കുകയാണ്. എത്ര പേപ്പേഴ്സ് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ വന്നു, എത്ര പേപ്പേഴ്സ് ഏഷ്യൻ കോണ്ടിനെന്റ്, അങ്ങനെ കോണ്ടെക്സ്റ്റൽ ആയിട്ട് നമുക്ക് കൺട്രി വൈസ് ചെയ്യാൻ പറ്റും. എത്ര പേപ്പേഴ്സ് ഹയർ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിന് ചെയ്തിരിക്കുന്നു, എത്ര പേപ്പേഴ്സ് സ്കൂൾ എഡ്യൂക്കേഷൻ ചെയ്തിട്ടുണ്ട്, എത്ര പേപ്പേഴ്സ് ക്വാളിറ്റേറ്റീവായി ചെയ്തിട്ടുണ്ട്, എത്ര പേപ്പേഴ്സ് ക്വാണ്ടിറ്റേറ്റീവായി ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഇയറിൽ എത്ര പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ടേബിൾസ് ഉണ്ടായി കഴിഞ്ഞാൽ അതെല്ലാം ഒരു റിസർച്ചാണ്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ടൈറ്റിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പല രീതിയിൽ എക്സാമ്പിൾ സ്റ്റഡീസ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്റ്റഡീസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോന്നാണ് നോക്കുന്നത്. ഓക്കെ, IEEE മാനുവലിനെ കുറിച്ച് ചോദിച്ചു. IEEE മാനുവൽ ആസ് സച്ച് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. IEEE മാനുവൽ അത് സാധാരണ എഞ്ചിനീയറിംഗിലാണ് ഉപയോഗിക്കുന്നത്, എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ഇപ്പൊ ഈ കോൺഫറൻസ് ശരിക്കും പിന്നെ ഇതിനകത്താണ്. IEEE മാനുവൽ ശരിക്കും നമ്മൾ ചെയ്യുമ്പോൾ വെച്ചാൽ അത് ഈ റെഫറൻസ് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കുന്നതിന് പകരം അവിടെ പിന്നെ സ്ക്വയർ ഇട്ടിട്ട് നമ്പറിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് നമ്മൾ IEEE മാനുവൽ ഓഫ് റൈറ്റിംഗ്, ഞാനിപ്പം എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഉപയോഗിക്കുന്നത് ഇതാണ്, AP ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഫണ്ടഡ് കോൺഫറൻസ് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫണ്ടഡ് കോൺഫറൻസ് ഞാൻ പോയപ്പോൾ അവിടെ എനിക്ക് IEEE മാനുവൽ ആയിരുന്നു. പക്ഷെ ഞാൻ എഡ്യൂക്കേഷൻ ആണ്, എനിക്ക് ഇതേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളത് പഠിച്ചെടുക്കണം. അപ്പൊ എന്താണത് പഠിച്ചെടുക്കണം, അതിൽ എഴുതുന്ന രീതി നമുക്ക് അറിയാൻ പറ്റും. IEEE മാനുവലിൽ എഴുതുന്ന രീതി, IEEE മാനുവൽ, ഇത് ഞാൻ മാനുവൽ ആക്സസ് നിങ്ങൾക്ക് ചെയ്തു തരാം. ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ്. ജസ്റ്റ് അവർ ചോദിച്ചതുകൊണ്ട് ഞാൻ എന്ത് ലിങ്ക് ഇട്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ബ്രാക്കറ്റിൽ ആളുടെ പേര് കൊടുക്കൂല, നമ്പർ ആണ് കൊടുക്കുക. എന്നിട്ട് താഴെ നമ്മൾ ആ നമ്പർ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ താഴെ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് വരുന്നു. അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് പേപ്പറുകൾ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സാധനം പറയാം. അപ്പൊ പറ്റുമെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ എക്സ്പെരിമെന്റിൽ നടത്തിയിട്ട് ചെറിയ ചെറിയ റിസർച്ച് നടത്തിയിട്ട് ചെയ്യുക. AI അവയർനെസ് among AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവയർനെസ് among ലോ സ്റ്റുഡൻസ് ഓഫ് കേരള. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എൻ്റെ ഒരു സ്റ്റുഡൻറ് ചെയ്തിരുന്നത് പെർസെപ്ഷൻ, ഞാൻ പറയാം, പെർസെപ്ഷൻ ആൻഡ് അവയർനെസ് ഓഫ്
പ്രീ സർവീസ് ടീച്ചേഴ്സ്, അതായത് B.Ed പഠിക്കുന്നത്, സർവീസ് ടീച്ചേഴ്സ് അബൌട്ട് ദി യൂസ് ഓഫ് ChatGPT ഇൻ ടീച്ചിങ്. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചെയ്തിരുന്നത് ഇൻ ടീച്ചിങ്. അപ്പൊ എന്തൊക്കെ ChatGPT ഡിവൈസ് അവർക്ക് അറിയാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നു, അത് ചോദിക്കുന്നു, അത് നമ്മൾ ടേബിൾ രൂപത്തിലാക്കുന്നു. ഇത്ര പേർക്ക് അറിയാമെന്ന് പറഞ്ഞു, ഇത്ര പേർക്ക് അറിയില്ല എന്ന് പറഞ്ഞു, ഇത്ര പേർക്ക് ഇന്ന സാധനങ്ങൾ അറിയാം, അങ്ങനെ കുറച്ച് ടേബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. മോഡൽ പറഞ്ഞതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ കോൺഫറൻസ് പ്രൊസീഡിങ്സ് നമ്മൾ നോക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരു കോൺഫറൻസ് പ്രൊസീഡിങ്സ് ഓൺ AI ഇൻ കുറേ കോൺഫറൻസ് ഉണ്ട്. ടീച്ചിങ് ലേണിംഗ് PDF നിങ്ങൾക്ക് നോക്കാം. ജസ്റ്റ് കുറെ കോൺഫറൻസ് പ്രൊസീഡിങ്സ് നടത്തുന്നതാണ്. ഓക്കെ, കുറെ അബ്സ്ട്രാക്റ്റുകളുടെ ഫോർമാറ്റുകളും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എന്താണെന്ന് അറിയില്ല, ജസ്റ്റ് ഞാൻ കിട്ടിയൊരു സംഭവം എടുത്താണ്. യു ക്യാൻ ഓൾസോ ഗോ ത്രൂ. ഓക്കെ, ഇതൊരു കോൺഫറൻസ് പ്രൊസീഡിങ്സ് ഒന്നും അല്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് അതിനെക്കുറിച്ചുള്ളൊരു റൈറ്റപ്പ് ആണ്. ഓക്കെ, കോൺഫറൻസ് പ്രൊസീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഫറൻസിൽ എഴുതിയിരിക്കുന്ന പേപ്പേഴ്സിന്റെ ഒരു സമ്മറിയാണ്. ഓക്കെ, such kind of things you can have it. I am just not looking into. You can have it. These are some of the directions. Okay. Okay, ഇനി നമുക്ക് ഇതിലേക്ക് വരാം. വാട്ട് ഈസ് മിസ്സിങ്? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എഴുതി വരുമ്പോൾ ഈ രീതിയിൽ നമ്മൾ എഴുതാന്ന് പറയും. ഇപ്പൊ ഒരു കോൺഫറൻസ് പേപ്പർ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ടൈറ്റിൽ വായിച്ചും റെഫറൻസ് നോക്കിയിട്ടൊക്കെ നമുക്ക് ടൈറ്റിലായി കഴിഞ്ഞാൽ ഒരു പേപ്പറിനകത്ത് ആദ്യം നമ്മൾ കോൺഫറൻസിൽ അബ്സ്ട്രാക്ട് ആണ് കൊടുക്കുക അല്ലെ. അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ സാധാരണ 300 to 500 വേർഡ്സ് ആണ് സാധാരണ പറയാറ്. വാട്ട് യു ആർ ഡൂയിങ് ഇൻ ദ പ്രൊപ്പോസ്ഡ് പേപ്പർ, നിങ്ങൾ പ്രൊപ്പോസ് ചെയ്യുന്ന പേപ്പറിൽ എന്താണ് ചെയ്യുന്നത് എന്ന് എഴുതുന്നതാണ് അബ്സ്ട്രാക്ട്. അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പൊ ഞാൻ AI ഇൻ ടീച്ചിങ് ലേണിംഗ്, അതിന്റെ സമാധാനം AI എന്താണ്, വാട്ട് ഇറ്റ് ഈസ്. ഇതിനകത്ത് നമ്മൾ റെഫറൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അബ്സ്ട്രാക്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് റെഫറൻസ് എന്ന് കൊടുക്കുന്നു. AI എന്താണെന്ന് എഴുതുന്നു, അതിന്റെ യൂസ് ഇൻ ടീച്ചിങ്, AI യൂസ് ഇൻ ടീച്ചിങ് എന്താണെന്ന് എഴുതുന്നു. പിന്നെ യുവർ സ്റ്റഡി, നിങ്ങളെ സ്റ്റഡി എന്താണ്, സോ ദ റിസർച്ചർ അല്ലെങ്കിൽ ദ റിസർച്ചേഴ്സ് വുഡ് ലൈക്ക്. നമ്മൾ എപ്പോഴും തേർഡ് പേഴ്സണിലാണ് നമ്മൾ ഇതിനകത്ത് I എന്നുള്ള യൂസ് അല്ലെങ്കിൽ വി എന്നുള്ള യൂസ് നമ്മൾ ചെയ്യാറില്ല. അപ്പൊ നമ്മൾ ദ റിസർച്ചേഴ്സ് പ്ലാൻ ടു കണ്ടക്ട് എ സ്റ്റഡി എമംഗ്, എക്സാമ്പിൾ ദ രണ്ട് പേരുള്ള ഒരു സാധനമാണ് ദ റിസർച്ചേഴ്സ് പ്ലാൻ ടു കണ്ടക്ട് എ സ്റ്റഡി എമംഗ് ടീച്ചേഴ്സ് ഓഫ് higher education in Malappuram district of Kerala. The objectives of the study are, the objectives of the study are to understand, for example, to understand the extent of use of AI by the teachers of higher education in Malappuram district of Kerala, and to identify the challenges faced by the teachers while using AI in teaching. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ മെത്തഡോളജി പറയണം. എന്താണ്? The study will be conducted using survey method among എത്ര ആളുകളുടെ ഇടയിൽ, among 200 teachers selected from the Perinthalmanna, for example, Perinthalmanna municipality. For example, 5 colleges will be selected and all the available teachers will be taken for the survey. അതിൻ്റെ ഒരു സ്റ്റോറിയാണ് നമ്മൾ എഴുതുന്നത്. For survey there will be approximately 320 teachers. ഇങ്ങനെ ഒരു സാധനം. Detailed questionnaire will be developed to collect the data. ഇങ്ങനെ എഴുതും നമ്മൾ.
the data will be analyzed qualitatively or quantitatively using a statistical software എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാൻ പറ്റും. ഈ ഒരു തരത്തിലാണ് നമ്മൾ എഴുതുന്നത്. ഞാനൊരു സ്റ്റഡി ബേസ്ഡ് ആണ് ഇപ്പോൾ എഴുതിയത്. നിങ്ങൾ സ്റ്റഡി ബേസ്ഡ് അല്ല, നിങ്ങളൊരു AI ടീച്ചിങ് ലേണിംഗിന്റെ റിവ്യൂ ആണെങ്കിൽ ഞാൻ സ്കോപ്പസിൽ നിന്ന് കഴിഞ്ഞ 5 വർഷം പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളുകളാണ് എടുക്കുന്നത്. അതിനകത്തുള്ള ഇന്ന ആർട്ടിക്കിളൊക്കെ ഇന്ന രീതിയിൽ ഞാൻ റിവൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിനെ നല്ല പ്രോപ്പറായിട്ട് ചെയ്യുക. നമ്മൾ ഗ്രാമർ ചെക്ക് ഒക്കെ എപ്പോഴും ചെയ്യണം. അത് നമ്മൾ ചെയ്യണം. ഇതിപ്പോൾ എനിക്ക് ഗ്രാമർലി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഗ്രാമർലി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം, ചിലർക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ ഈ ഗ്രാമർലി അപ്പം ഞാനിപ്പോൾ ഇത് ഗ്രാമർലി കൊടുത്തപ്പോൾ ഒറ്റയടിക്കേണ്ട എല്ലാം ചെക്ക് ആയിപ്പോയി. കാരണം ഗ്രാമർലി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഗ്രാമർലിയിൽ അത് കാണിച്ചു എന്താണ് ഇഷ്യൂസ് എന്ന്. കണ്ടോ, അത് ഗ്രാമർലിയിൽ കാണിക്കുക. അത് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ കാണിക്കും, പക്ഷെ എല്ലാം കറക്റ്റ് ചെയ്തു. ഗ്രാമർലി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഗ്രാമർലി പോലെയുള്ളത് ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, ഫ്രീ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയുന്നതാണത്, അറിയാത്തവരുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു റൈറ്റപ്പ് എഴുതുന്നതാണ് ശരിക്കും അബ്സ്ട്രാക്ട് കേട്ടോ. ദിസ് ഇസ് ഓൾ അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് കൊടുത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മെത്തഡോളജി ഉണ്ട്. അബ്സ്ട്രാക്റ്റിൽ എപ്പോഴും നോക്കുന്നത് നമ്മളെ ടൈറ്റില് അപ്രോപ്രിയേറ്റ് ആണോ നോക്കും. അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്രോപ്രിയേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കോൺഫറൻസിനാണ് കൊടുക്കുന്നത്, ആ കോൺഫറൻസിന്റെ തീമിന് അനുസരിച്ചാണോ, അപ്പൊ നമ്മളത് അപ്രൂവ്ഡ് ആവാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് അവർ നോക്കുന്നത് അബ്സ്ട്രാക്ട് നിങ്ങൾ പറഞ്ഞ വേർഡ്സ് ഓക്കെ ആണോ എന്ന്. ചിലര് 500 വേർഡ്സ് പറഞ്ഞിട്ട് 50 വേർഡ്സ് എഴുതി കൊടുക്കും. അതൊന്നും ആക്സെപ്റ്റ് ചെയ്യൂല. ചിലപ്പോൾ നോർമലായിട്ട് നമ്മൾ നടത്തുന്ന കോളേജിലൊക്കെ നടക്കുന്ന സെമിനാറുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. ഇന്റർനാഷണലിലേക്ക് നമ്മൾ പോകുമ്പോൾ 500 വേർഡ്സ് പറഞ്ഞ് നിങ്ങൾ 50-100 വേർഡ്സിൽ എഴുതി കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ 500 വേർഡ്സ് പറഞ്ഞ് നിങ്ങൾ 2000 വേർഡ്സിന്റെ ഒരു അബ്സ്ട്രാക്ട് കൊടുത്താൽ അതും ആക്സെപ്റ്റ് ചെയ്യില്ല. ഏകദേശം കറക്റ്റ് ആയിട്ട് ആ ഒരു വേർഡ് ലിമിറ്റിൽ വരുന്നതിനെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ചിലത് നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ചെയ്യുന്നതാണെങ്കിൽ 500 വേർഡ്സ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ വേർഡ്സ് ഓക്കെ ആണോ നോക്കും. പിന്നെ കൺസെപ്റ്റ് ക്ലിയർ ആണോ, കൺസെപ്റ്റ് ക്ലാരിറ്റി, നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടോ, ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അതിന്റെ എയിംസ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ടോ, മെത്തഡോളജി ഓക്കെ ആണോ. നിങ്ങൾ റിവ്യൂ ചെയ്യുകയാണെങ്കിലും അതൊരു മെത്തഡോളജിയാണ്. അപ്പൊ ഞാൻ റിവ്യൂ ആണ് ചെയ്യുന്നതിന് മെത്തഡോളജി ഒന്നും ഇല്ല എന്ന് പറയരുത്. മെത്തഡോളജി റിവ്യൂ ചെയ്യുന്നത് ഒരു മെത്തഡോളജി. അപ്പൊ റിവ്യൂ മെത്തഡോളജി എഴുതണം. മെത്തഡോളജി സൗണ്ട് ആണോ, റിസൾട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ റിസൾട്ടിനെ കുറിച്ചുള്ള സൂചന തന്നിട്ടുണ്ടോ. ചിലപ്പോൾ നമ്മൾ ഇന്റർനാഷണലി നമ്മൾ ചെയ്യുന്ന സ്റ്റഡികളിലൊക്കെ റിസൾട്ട് ഇല്ലാത്ത അബ്സ്ട്രാക്ട് പറ്റില്ല. റിസൾട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ അബ്സ്ട്രാക്ട് കൊടുക്കേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ച് ഒക്കെ നമ്മൾ എഴുതുന്നതാണ് ഇതാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ പ്രോപ്പറായി ചെയ്താൽ നമ്മുടെ അബ്സ്ട്രാക്ട് സെലക്ടഡ് ആകും. ഏത് നല്ല കോൺഫറൻസ് ആണെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്താൽ സെലക്ടഡ് ആകും. ടൈറ്റിലുകൾ അട്രാക്റ്റീവ് ആക്കുക, പുതിയ രീതിയിലുള്ള സാധനങ്ങളാക്കുക, ആളുകൾ ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാതിരിക്കുക, ഒരു പുതുമ ഉണ്ടാവണം അതിനകത്ത്. അത് നോവൽറ്റി എന്ന് പറയും നമ്മൾ അതിനല്ലേ. ഒരു ടൈറ്റിൽ അപ്രോപ്രിയേറ്റ് ആണോ, കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടോ എന്ന് പറയുന്ന നോവൽറ്റി നല്ലത്. നമ്മൾ കേരളത്തിലെ കോൺഫറൻസുകളും അല്ലെങ്കിൽ നമ്മൾ പിന്നെ പൈസ കൊടുത്തൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന കോൺഫറൻസുകൾ എന്ന് പറയുന്ന പരമാവധി ആളുകളെ അക്കോമഡേറ്റ് ചെയ്യും, എല്ലാവരും ചെയ്യും. പക്ഷെ നമ്മുടെ ഇന്റർനാഷണലി ചില ഫണ്ടഡ് കോൺഫറൻസുകൾ ഉണ്ടായിരിക്കും. നമുക്ക് ട്രാവൽ അലവൻസ് ഒക്കെ തരുന്ന കോൺഫറൻസുകൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ സൗദിയിലേക്ക് ഒരു കോൺഫറൻസ് പോയത് കംപ്ലീറ്റ് എനിക്ക് പാക്കേജ് അവർ സ്പോൺസർ ചെയ്യുന്ന, ടിക്കറ്റ് ഒക്കെ അവർ അയച്ചു തന്ന കോൺഫറൻസ് ആയിരുന്നു. നമ്മളൊന്നും അറിയണ്ട. പക്ഷെ നമ്മുടെ പേപ്പർ അത്രയും സൗണ്ട് ആകുമ്പോഴാണ് അവരത് എടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാധനത്തിന് ഇന്നോവേഷൻ, പുതുമയുണ്ടോ എന്ന് അവർ നോക്കും. ഇത്രയും സാധനങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ഓക്കെ ആയി. വി ആർ ഓക്കെ വിത്ത് ദ അബ്സ്ട്രാക്ട്. നൗ പേപ്പർ എഴുതും. അബ്സ്ട്രാക്ട് കിട്ടിക്കഴിഞ്ഞാൽ പേപ്പർ എഴുതുമ്പോൾ നമ്മളൊരു ടൈറ്റിൽ എഴുതും. ആ ടൈറ്റിൽ കഴിഞ്ഞാൽ ഓതേഴ്സ് ഡീറ്റെയിൽസ്, ഓതറിന്റെ നെയിംസ്, ഡെസിഗ്നേഷൻ, ഇമെയിൽ ID എഴുതും. അതാണ് ഓതേഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അബ്സ്ട്രാക്ട് ഇവിടെ വെക്കണം. അബ്സ്ട്രാക്ടിന്റെ താഴെ നമ്മൾ കീവേഡ്സ് വെക്കണം. കീവേഡ്സ് എന്ന് പറയുന്നത് ഒരു ഒറ്റ വാക്കാണ് കീവേഡ്. കീവേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ റെലവെന്റ് ആയിട്ടുള്ള വേർഡിനെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്നത്. വളരെ റെലവെന്റ് ആയിട്ടുള്ള സബ് തീം, ആ തീമിനെയാണ് നമ്മൾ AI ആർട്ടിഫിഷ്യൽ AI, ടീച്ചേഴ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇതിനൊക്കെ നമുക്ക്, അല്ലെങ്കിൽ അവയർനെസ് ഓഫ് AI, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആക്കാം. ഓക്കെ, കീവേഡ്സ്. അപ്പോൾ അതിനകത്തുള്ള മേജർ 4-5 കീവേഡ്സ് നമ്മൾ വെക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനുവൽ അനുസരിച്ച് പ്രോപ്പറായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നു. ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡക്ഷനകത്ത് എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ബ്രാക്കറ്റിലൊക്കെ എഴുതിയിട്ട് ചെയ്യുന്ന അതിനെയാണ് കൺസെപ്ച്വൽ ക്ലാരിറ്റി നമ്മൾ വരുത്തുന്നു. റിവ്യൂ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഡിഫറെന്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷന്റെ ഒരു പാർട്ടായിട്ട് റിവ്യൂ ഓഫ് റിലേറ്റഡ് സ്റ്റഡീസ് എഴുതാം. സമ്മറി ഓഫ് സ്റ്റഡീസ് ആണ്, ആ ഏരിയയിൽ നടന്നിരിക്കുന്ന സ്റ്റഡീസിന്റെ സമ്മറിയാണ്. അതുപോലെ തന്നെ എന്താണ് നിങ്ങളെ സിഗ്നിഫിക്കൻസ് ഓഫ് യുവർ സ്റ്റഡി, നിങ്ങളെ സ്റ്റഡിയുടെ സിഗ്നിഫിക്കൻസ്, ഇതെല്ലാം പറയുന്ന ഒരു
3 to 4 അല്ലെങ്കിൽ 3 to 5 പേജസിനെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ചിലർ റിവ്യൂ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. അങ്ങനെയാണ് റിവ്യൂ വേറെ ഒരു 2 പേജായിട്ട് എഴുതും. ബാക്കിയുള്ള കൺസെപ്റ്റൽ ക്ലാരിറ്റിയും സിഗ്നിഫിക്കൻസും 2 പേജ്. അടുത്ത നമ്മൾ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നത് ഒരു പാരഗ്രാഫ് എഴുതും. പ്രോബ്ലം ഓഫ് യുവർ, അതിന് 1 ബിഗ് പാരഗ്രാഫ്, ഒരു വലിയ പാരഗ്രാഫ് ആയിട്ട് നമ്മൾ അതിനെയും എഴുതും, നിങ്ങളുടെ സ്റ്റഡി എന്താന്നുള്ളതിനെ കുറിച്ച്. എന്നിട്ട് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് അതല്ലെങ്കിൽ ഹൈപ്പോത്തിസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതുന്നു. ഹൈപ്പോത്തിസ്, ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ നമ്മൾ എഴുതുന്നു. അത് കഴിഞ്ഞ് നിങ്ങളെ മെത്തഡോളജി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുമ്പോഴാണ് പലപ്പോഴും അത് ആക്സെപ്റ്റ് ആവുന്നത്. മെത്തഡോളജി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? മെത്തഡോളജിന്റെ അകത്ത് നിങ്ങൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നു, റിവ്യൂ ആണോ, സർവേ ആണോ, എന്താണെന്ന് വെച്ചാൽ, പിന്നെ അതുപോലെ തന്നെ ഏത് ഡിസൈൻ ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം, അല്ലെങ്കിൽ മെത്തേഡ് എഴുതിയാലും മതി. ഏതാണ് നിങ്ങളുടെ പോപ്പുലേഷൻ, ഏത് ഗ്രൂപ്പിലാണ് നിങ്ങൾ സ്റ്റഡി നടത്തുന്നത്. റിവ്യൂ സ്റ്റഡീസിൽ അതിനകത്ത് ഉണ്ടാവില്ല. സാമ്പിൾ നിങ്ങൾ എങ്ങനെയാണ് എടുത്തത്, സാമ്പിളിംഗ് പ്രോസസ്സ്, സാമ്പിൾ എങ്ങനെയാണ് എടുത്തത്, അതിനെക്കുറിച്ച് എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ചാണ് ഡാറ്റ കളക്ട് ചെയ്തത്, ക്വസ്റ്റ്യനർ ആണോ, സ്കെയിൽ ആണോ, ചെക്ക് ലിസ്റ്റ് ആണോ, ടെസ്റ്റുകളാണോ, അതിനൊക്കെയാണ് നമ്മൾ ടൂൾസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനെയർ ഉണ്ടായിരിക്കും, സ്കെയിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പിന്നെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്, സ്കെഡ്യൂൾ ആയിട്ട് ഉപയോഗിക്കും നമ്മൾ, സ്കെഡ്യൂൾ ഉണ്ടായിരിക്കും, ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഇതെല്ലാം ഉപയോഗിക്കും, ഇൻവെന്ററീസ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ഹൗ ടു അനലൈസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെത്തഡോളജി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെത്തഡോളജി. അത് കഴിഞ്ഞ് ദെൻ വി ഹാവ് റിസൾട്ട്. റിസൾട്ട് എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ടേബിൾസ് ആൻഡ് ഗ്രാഫ് ആൻഡ് ബേസിക് എക്സ്പ്ലനേഷൻ. റിവ്യൂ ആണെങ്കിൽ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ തിമാറ്റിക് എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള പേപ്പറുകളാണെങ്കിൽ തിമാറ്റിക്കലി നിങ്ങൾ അറേഞ്ച് ചെയ്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. എപ്പോഴും ഒരു സ്റ്റഡിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ഒരുപാട് എഴുതി വെക്കരുത്. ഒരു സ്റ്റഡിയിൽ നിന്ന് 1-2 സെന്റൻസ് എടുക്കുന്നു, അതിനെ കഴിഞ്ഞ് അടുത്ത വേറെ സ്റ്റഡിയിൽ നിന്ന് എടുക്കുന്നു, പിന്നെ വേറെ എടുക്കുന്നു, പിന്നെ വീണ്ടും ഫസ്റ്റ് സ്റ്റഡി എടുക്കാം, അങ്ങനെ മാറി എടുക്കാം. ടേബിൾസ് ആൻഡ് ഗ്രാഫ് ആൻഡ് എക്സ്പ്ലനേഷൻ. അടുത്തത് ഡിസ്കഷൻ ഓഫ് റിസൾട്ട്. നിങ്ങളുടെ റിസൾട്ടിനെ നിങ്ങൾ പ്രീവിയസ് സ്റ്റഡിയുടെ ബേസിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഡിസ്കഷൻ ഓഫ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇതെന്താണ് ശരിക്ക് എങ്ങനെയാണ് എഴുതുന്നത്? ഇൻ ദ ലൈറ്റ് ഓഫ് പ്രീവിയസ് സ്റ്റഡീസ്. പ്രീവിയസ് സ്റ്റഡീസ് എന്തൊക്കെയാണോ പറഞ്ഞത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഓൾ അബൌട്ട് തിങ്ക്. ഇനി അടുത്തത് നമുക്ക് കൺക്ലൂഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻ. ആ സ്റ്റഡിയുടെ ഇംപ്ലിക്കേഷൻ എന്താണ്, കൺക്ലൂഷൻ എന്താണെന്ന് എഴുതുന്നു. അത് കഴിഞ്ഞ് റെഫറൻസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റഡി റെഫറൻസസ്. ഇതാണ് നമ്മുടെ സെമിനാർ പേപ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഞാൻ 1-2 മോഡൽ പേപ്പർ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഞാൻ ഈ നേരത്തെ തന്നിരിക്കുന്നത് തന്നെ ഒരു മോഡലാണ്, അതെടുക്കാം. അതല്ലെങ്കിൽ കോൺഫറൻസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കോൺഫറൻസിൻ്റെ പ്രൊസീഡിങ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. കോൺഫറൻസ് പ്രൊസീഡിങ്സ് ഒരുപാട് ഓൺലൈൻ അവൈലബിൾ ആണ്. ഇത് പബ്ലിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. കോൺഫറൻസ് പ്രൊസീഡിങ്സ് ഓഫ് എ കോൺഫറൻസ് നമ്മൾ നോക്കാം. ഒരു കോൺഫറൻസ് അതിനകത്ത് വരുന്ന അങ്ങനെയാണ്. ഇതുണ്ട് ഒരു 67 പേജുള്ള കോൺഫറൻസ് പ്രൊസീഡിങ്സ് ഓഫ് അഡൾട്ട് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ദ കണ്ടംപററി വേൾഡ്, ഇറ്റ്സ് റോൾ ഇൻ കൾച്ചറൽ ലിറ്ററസി. ഇത് ഫ്ലോറിഡയിൽ നടന്നൊരു സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു പേപ്പർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്. പക്ഷേ ഇവർ പലപ്പോഴും ഇത് ഞാനൊന്ന് കോപ്പി ചെയ്തിടാം, ഇതിൻ്റെ ലിങ്ക് തരാം. യു ക്യാൻ ഡൗൺലോഡ്, യു ക്യാൻ ടേക്ക്. അപ്പോൾ നമുക്ക് ആ പേപ്പറിൻ്റെ മോഡൽ കിട്ടും. യെസ്, പെർസെൻറ്റേജ് അനാലിസിസ് വെച്ചിട്ട് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്സ് അഡ്വാൻസ്ഡ് വേണമെങ്കിൽ ചിലപ്പോൾ കമ്പാരിസൺ ഒക്കെ ചെയ്യാണ്, കോറിലേഷൻ ചെയ്യാണ്, അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിൾ പെർസെൻറ്റേജ് വെച്ചിട്ട് ചെയ്യാം, നമ്പറും പെർസെൻറ്റേജും വെച്ചിട്ട് ചെയ്യാം, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും വെച്ചിട്ട് ചെയ്യാം.
മിനി വീക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറിയ സ്റ്റഡീസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൽ എന്തെങ്കിലും ഒരു പുതുമ നമ്മൾ വരുത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇനി നിങ്ങൾ ഇതൊന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ ഐഡിയാസ് കിട്ടും. ബേസിക് ഐഡിയാസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ ലിങ്കുകളൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ ഞാനിപ്പോൾ എഴുതിയ ഫയലും ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വന്ന മെയിൽ ഐ ഡിയിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. കോൺഫറൻസ്, ഇന്ത്യയിലെ കോൺഫറൻസുകൾ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്ന അത്ര സംഭവമൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ കോൺഫറൻസിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ചോദിക്കുക. വളരെ ക്ലിയർ ആയിട്ട്, വളരെ ഡിഫറെന്റ് ആയിട്ട്, ക്ലാരിറ്റി ഇല്ലാത്ത എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വളരെ ഡിഫറെന്റ്, വളരെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ക്വസ്റ്റ്യൻസ് ഒന്നും സാധാരണ ഉണ്ടാവാറില്ല. IT ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് എനിക്ക് മെയിൽ വന്നിരുന്നത്. അതിനകത്ത് ഞാൻ ഈ ഇത് അയച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഫയൽ ഞാൻ തിരിച്ചയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അത് ഷെയർ ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ സർ. യെസ്, ഗുഡ് ഈവനിങ് സർ. പിന്നെ കമ്പ്യൂട്ടർ സയൻസിനും ഇതെല്ലാം ആപ്ലിക്കബിൾ തന്നെയല്ലേ? കമ്പ്യൂട്ടർ അതെ അതെ, സയൻസ് എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. കമ്പ്യൂട്ടർ സയൻസിൽ ചിലപ്പോൾ നിങ്ങൾ മാനുവൽ വേറെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. IEEE ആയിരിക്കാം ചിലപ്പോൾ. അതൊരു ഡിഫറെന്റ് ആയി തോന്നി. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒരുപോലെ. പക്ഷെ നമ്മൾ വെച്ചാല് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ചില കോൺഫറൻസുകൾ APIയിൽ നടത്തും. അതെ അതെ, അതുണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജേർണലിൽ ആർട്ടിക്കിൾ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചു അതായിരിക്കില്ല അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ അവർക്ക് അനുസരിച്ച് എഴുതണം, അത്രേ ഉള്ളൂ. അതായത് ബേസിക് ഒരേപോലെ തന്നെയാണ്. ഒരു മാനുവൽ നമ്മൾ പഠിച്ചാല് പിന്നെ നമ്മൾ ചെറിയ മാറ്റങ്ങൾ അത് നമുക്ക് വേഗത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം മോഡൽസ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ നമുക്കൊരു പേപ്പർ, ഒരു പേപ്പർ അത് ആ മാനുവലിൽ ഉപയോഗിക്കാം. സയൻസിൽ API ആണ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, API ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഓരോ സബ്ജക്റ്റിന് സ്പെസിഫിക് എനിക്ക് ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് നോക്കിയാൽ മതി കേട്ടോ. ജേർണലുകൾ നോക്കുക. നമ്മൾ കൂടുതലും സയൻസിൽ API തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ സർ, താങ്ക്സ്. സർ, ഒരു റിവ്യൂ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ റിവ്യൂ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? റിവ്യൂ പേപ്പർ പല രീതിയിൽ നമുക്ക് ചെയ്യാം. സ്കോപ്പിംഗ് റിവ്യൂ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് ഇതുപോലെ നമ്മൾ സ്കോപ്പിംഗ് റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ എവിടെയൊക്കെ പബ്ലിഷ് ചെയ്തതാണിത് അതിനനുസരിച്ച് ഒരു ടേബിൾ ഉണ്ടാക്കുന്നു. 2024 പബ്ലിഷ് ചെയ്ത പേപ്പറുകളുടെ ഇയർ വൈസ്, ഓതർ, ഇയർ, ടൈറ്റില്, മെത്തഡോളജി, അതിനൊക്കെ വൈസ് നമുക്ക് ഒരു ചെറിയ ഇത് എഴുതിയിട്ട് അതിന് കൺക്ലൂഷൻ എഴുതാം. അതായത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഒന്നാമത്തെ സീരിയൽ നമ്പർ, രണ്ടാമത്തത് ഏത് ഇയറിൽ പബ്ലിഷ് ചെയ്തു, മൂന്നാമത്തെ അതിന്റെ ടൈറ്റിൽ, നാലാമത്തെ ഓതേഴ്സിന്റെ ലിസ്റ്റ്, അഞ്ചാമത്തത് നമ്മൾ അവർ ഉപയോഗിച്ച മെത്തഡോളജി, ആറാമത്തത് അവരുപയോഗിച്ച അവരുടെ കൺക്ലൂഷൻ. എന്നിട്ട് നമ്മൾ പറയാ കൂടുതൽ ആളുകളും ഇന്ന മെത്തഡോളജിയാണ് ചെയ്തിരിക്കുന്നത്, കൂടുതൽ പബ്ലിക്കേഷൻ വന്നിരിക്കുന്നത് USA എന്നാണ്, കൂടുതൽ ഇന്ത്യയിൽ നിന്ന് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ടൂളാണ് കൂടുതലായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കൺക്ലൂഷനാണ് അതിനകത്ത് വരുന്നത്. അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് വളരെ കുറവാണ്, അപ്പൊ ഇനിയും നമുക്ക് ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് കൂടുതൽ ഈ ഏരിയയിൽ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയാം. ഓക്കെ സർ, താങ്ക് യു. പിന്നെ പല രീതിയിൽ ചെയ്യാം. പിന്നെ സിസ്റ്റമാറ്റിക് റിവ്യൂ എന്ന് പറഞ്ഞ വേറൊരു സാധനമുണ്ട്. അതിനകത്ത് നമുക്ക് കുറെ അതുപോലെ ബിബ്ലിയോമെട്രിക് അനാലിസിസ് വെച്ചൊക്കെ ചെയ്യും. അത് കുറച്ച് കോംപ്ലക്സ് ആണ്. പക്ഷെ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ലേറ്റർ നമുക്ക് പഠിക്കാം. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഓരോ പേപ്പറുകൾ എടുത്ത് നോക്കിയാൽ മതി. സിമ്പിൾ റിവ്യൂ പേപ്പർ നമ്മൾ മോഡൽ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റിവ്യൂ പേപ്പർ വരും. അപ്പൊ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെയൊക്കെ ചെയ്യിപ്പിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു, ചെറിയൊരു ടേബിൾ വെച്ചിട്ട് അതിനകത്ത് ചെയ്യുന്നത്. പിന്നെ ഇപ്പം എൻ്റെ സ്റ്റുഡന്റ് ഈ ബിബ്ലിയോമെട്രിക് അനാലിസിസ് വെച്ചിട്ടൊക്കെ ചെയ്തിരുന്നു. റിവ്യൂ സ്റ്റഡീസിൽ നമുക്ക് ഏറ്റവും മാക്സിമം റീഡ് ചെയ്യുക എന്നുള്ളതാണ്. റിവ്യൂ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് അത് എവിടുന്ന് പബ്ലിഷ് ചെയ്തതാണ്, ആരൊക്കെയാണ് ഓതർ, ഏതാണ് ടൈറ്റിൽ നമ്മൾ പറഞ്ഞ ടൈറ്റിൽ ഏകദേശം ഒരുപോലെ ആയിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ AI കുറിച്ചാണെങ്കിൽ AI ഇൻ ടീച്ചിങ് എന്നുള്ള മാത്രം ഏരിയയിലുള്ള സ്റ്റഡീസ് എടുക്കുക. 10-30 സ്റ്റഡീസ് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു ഇയർ വെച്ചിട്ടാണ്. AI ഇപ്പോൾ വന്നിട്ട് കുറെ ആയിട്ടില്ല. അപ്പൊ നമ്മൾ 2023 ശേഷം 22 ശേഷം വന്ന സ്റ്റഡീസ് അത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ച് എടുക്കാം. അല്ലെങ്കിൽ ഗൂഗിൾ സ്കോളർ മാത്രം എടുത്ത് അതിൽ മാത്രം വന്ന സ്റ്റഡീസ് അങ്ങനെയൊക്കെ എഴുതാം. ഗൂഗിൾ സ്കോളറിൽ മാത്രം വന്ന സ്റ്റഡീസ്, സ്കോപ്പസിൽ മാത്രം വന്ന സ്റ്റഡീസ്, ചിലപ്പോൾ നമുക്കൊരു 25-30 സ്റ്റഡീസേ കിട്ടുള്ളൂ. അപ്പൊ അതിനെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യാം. ഹലോ സർ. പറയൂ. നമ്മളൊരു പേപ്പർ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ളവരുടെ റിവ്യൂ എല്ലാം വായിച്ചിട്ടാണല്ലോ എഴുതുക. അതെ അതെ.
നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം റിവ്യൂ നിങ്ങൾ കൺക്ലൂഷനിൽ എഴുതാൻ പറ്റും ഇവരൊക്കെ ഇങ്ങനെ ചെയ്തു പക്ഷെ നമുക്ക് ഇന്ന ഏരിയയിൽ സ്റ്റഡീസ് ഇല്ല. ഫോർ എക്സാമ്പിൾ ഭാഗത്തുനിന്ന് ഒരു ത്രെഡ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ വേണമെന്നുള്ളത് ഇതിൽ നിർബന്ധമുണ്ടോ? നമ്മളിവിടെ ചെയ്യുന്ന വെച്ചാൽ അവരുടെ റിവ്യൂവിനെ സമ്മറൈസ് ചെയ്ത് അതിനകത്ത് എന്ത് കുറവുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഇനിയും ചെയ്യാൻ എന്തുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സ്റ്റഡീസ് നടന്നിട്ടില്ല. അതല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ AI ഇൻ ടീച്ചിങ് എന്ന് പറയുമ്പോൾ AI ഇൻ ടീച്ചിങ്ങിന് ആളുകൾ ഹയർ എഡ്യൂക്കേഷൻ ആണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈമറി ലെവലിൽ AIന്റെ ഉപയോഗത്തെ കുറിച്ച് സ്റ്റഡീസ് നടന്നിട്ടില്ല. അപ്പൊ ദർ ഇസ് എ സ്കോപ്പ് ഓൺ സ്റ്റഡീസ് ടു ബി കണ്ടക്ടഡ് എമംഗ് AI എമംഗ് പ്രൈമറി ടീച്ചേഴ്സ്. അങ്ങനെ ചെയ്യാനൊരു സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ റിവ്യൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയത് കണ്ടുപിടിച്ചിട്ട് തന്നെ വെക്കണമെന്നുണ്ട്. അതെ അതെ, എന്തെങ്കിലും ഒരു സജഷൻ നമ്മൾ അതിനകത്ത് വെക്കണം. അതെ, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ബ്രാക്കറ്റിൽ അവരെ എഴുതണം എന്നുള്ളത്. അതേ തോട്ടിലൂടെ പോയ കുറെ പേപ്പർ വായിക്കുമ്പോൾ ഇതുപോലെ തന്നെയല്ലേ ഞാനും ചിന്തിച്ചതെന്ന് നമുക്ക് തോന്നാറുണ്ട്. തോന്നും. അതെ അതെ. പക്ഷെ നമ്മളത് എഴുതി വരുമ്പോഴേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ ആദ്യം അത് എഴുതിയിട്ടുണ്ടായിരിക്കും. നമ്മൾ അവരെ കോട്ട് ചെയ്യണം. പിന്നെ നമ്മൾ അതിനെ നമ്മുടേതായ രീതിയിൽ പാരാഫ്രൈസ് ചെയ്ത് നമ്മുടെ ഐഡിയാസും കൂടെ കയറ്റാം. പക്ഷെ അവരെ കോട്ട് ചെയ്യാം, അവരെ ബ്രാക്കറ്റിൽ എഴുതണം. കാരണം അവരുടെ ഐഡിയാസ് ആണ് നമ്മൾക്ക് ഈ ചിന്തകൾ വന്നത്. അപ്പൊ നമ്മൾ അവരെയും കൂടെ സൈറ്റ് ചെയ്തിട്ട് എഴുതും. പിന്നെ കൺക്ലൂഷനിൽ നമുക്ക് കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റും. കൺക്ലൂഡിങ് ഏരിയയിൽ. ഇൻട്രോ പാർട്ടിൽ സാധാരണ നമ്മൾ പേപ്പർ അസൈൻമെന്റ് ഒക്കെ എഴുതുമ്പോൾ ഇൻട്രോ പാർട്ടിലൊന്നും റെഫറൻസ് ഒന്നും വെക്കാതെ എഴുതുക. ശരിക്കും ഇൻട്രൊഡക്ഷനിലാണ് കൂടുതൽ റെഫറൻസ് വെച്ച് എഴുതേണ്ടത് നമ്മൾ. സ്റ്റഡീസ് കിട്ടുന്നതേ ഗൂഗിൾ സ്കോളറിൽ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ഈ ഫയലിൽ എഴുതിയിട്ടുണ്ട് ഗൂഗിൾ സ്കോളർ. അതുപോലെ തന്നെ സ്കോപ്പസിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ സ്റ്റഡീസ് കിട്ടും. വെബ് ഓഫ് സയൻസിൽ കയറി കഴിഞ്ഞാൽ സ്റ്റഡീസ് കിട്ടും. പബ്മെഡ്, സയൻസിലാണ് കൂടുതൽ പബ്മെഡ് ഉപയോഗിക്കുന്നത്. പബ്മെഡ്, അതുപോലെ എഞ്ചിനീയറിംഗിലൊക്കെ IEEE, അതുപോലെ തന്നെ ഗൂഗിൾ സ്കോളർ. പിന്നെ ഇക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ്, നമ്മൾ ഓസ്ട്രേലിയൻ സ്റ്റഡീസ് ABDC എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ABDC ലിസ്റ്റിംഗ് ഉണ്ട്, അതിനകത്ത് പോയി നോക്കാം. പിന്നെ JSTOR, അതൊരു ആർക്കൈവൽ സൈറ്റ് ആണ്. JSTORൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ സാധനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ സെയ്ജ്, അങ്ങനെയുള്ള പബ്ലിക്കേഷൻസ്, ടൈലർ ആൻഡ് ഫ്രാൻസിസ് ഇവരുടെയൊക്കെ ഇതിലകത്ത് പോയി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതിനകത്തൊക്കെ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. പക്ഷെ അത് ഇപ്പൊ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ ഭാഗത്തൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് 10-20 രൂപയൊക്കെ കൊടുത്താൽ ഒരു ഡെയിലി മെമ്പർഷിപ്പ് കിട്ടും. അവിടുന്ന് ഒരുപാട് പേപ്പേഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. യൂണിവേഴ്സിറ്റികളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമുക്ക് ആക്സസ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ എന്തെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡൗൺലോഡ് ചെയ്ത് അയച്ചു തരും. അങ്ങനെ ചെയ്യാൻ എപ്പോഴും നല്ലത്. യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ, സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതെ, ഞാൻ അങ്ങനെ പോയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ 10 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇരിക്കാം. എത്ര ആർട്ടിക്കിൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, മാക്സിമം ഉപയോഗിക്കാം. അതിന്റെ എന്നിട്ട് നമുക്ക് പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ മെയിലിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടൊക്കെ നമ്മൾ അത് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് അത് വെച്ചിട്ട് എഴുതാം. അങ്ങനെ ഇപ്പം ഒരാൾക്ക് പോകാൻ സൗകര്യം ഇല്ലെങ്കിൽ 1-2 പേര് പോയി കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ വഴി നിങ്ങളുടെ കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് ഇത്ര മുതൽ ഇത്ര വരെയുള്ള പേപ്പറുകൾ വേണമെന്ന് പറഞ്ഞാൽ അവർ ഡൗൺലോഡ് ചെയ്തെടുക്കും. ചില ലൈബ്രറിയൻസ് നിങ്ങൾക്ക് ചിലപ്പം അതിന്റെ ആക്സസ് ഉണ്ടെങ്കിൽ അവരും പറഞ്ഞുതരും. വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. പേപ്പർ നമുക്ക് എല്ലാവരും എഴുതുക. എല്ലാവരും ടീച്ചേഴ്സ് കുട്ടികളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുക. കാരണം ഇത് ടീച്ചേഴ്സ് കുട്ടികളുടെ കൂടെ ഹെൽപ്പ് വാങ്ങിയിട്ടൊക്കെ നമുക്ക് ചെയ്യാം. ബേസിക് ഒരു സ്ട്രക്ചർ ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ചെറിയ ചെറിയ കോൺഫറൻസുകളൊക്കെ അത്രയും വളരെ ഇൻഡെപ്ത് ആയിട്ടൊന്നും കാര്യങ്ങൾ അനലൈസ് ചെയ്യില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൂടുതൽ പേപ്പർ പബ്ലിക്കേഷൻസും പേപ്പർ പ്രസന്റേഷൻസും ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിന് മാക്സിമം ട്രൈ ചെയ്യാം. Okay, sir. Thank you so much. And I hope no more questions are there. If you have any doubts or queries that you have to ask, the session is open for you. Okay, so, sir, I hope there is nothing more.
Thank you so much because like you Welcome. spent your valuable time for us. It was such a helpful session, which was so engaging and really amicable. Like we could literally connect to what you were talking, and like even the students, like maybe a PG student or a debut writer could even relate to it, and you made it really easy. Like we were all having a feeling that it's like writing paper is like a Herculean task, doing research is a Herculean task, but you made it so simple for us. And thank you so much from all of us. And for the formal thank you note, I invite Miss Aditya, Assistant Professor of English, Al Shifa College of Arts and Science, and convener of ACA's International Conference. Aditya, over to you. Thank you, Samir sir. And it's a great pleasure to extend our warmest gratitude to Dr. Samir Babu for the engaging workshop he so graciously conducted for us today. And your presence here has been a true privilege, and we are deeply thankful for the wealth of knowledge and insights you have shared with us. We had so much to learn from the session, and further on, we'll have so much to explore about it. And we're grateful for the time and effort you have invested in preparing and delivering the session. We are honored to have had the opportunity to learn from you, and we look forward to meet you and engage in fruitful discussions during our conference. So thank you once again, Samir sir. Thank you. Thank you.